നമസ്കാരം. വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡസൻ റൈസിനോടായി മാർഗരറ്റ് ചോദിച്ചു, ഹേയ് ലോഗൻ, ആ ലിസ്റ്റ് കണ്ടപ്പോ ലോഗന്റെ അച്ഛന് ഓർമ്മ വരുന്നുണ്ടോ? മാർഗരറ്റിന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം ഡസനെ ശരിക്കും ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. ഡസൻ കൗതുകത്തോടെ മാർഗരറ്റിനെ മുഖത്ത് നോക്കുമ്പോൾ മാർഗരറ്റ് ഡസനോട് പറഞ്ഞു, ഏയ് ലോഗന്റെ പിതാവ് റൂഫസ് റൈസ് ശരിക്കും സ്റ്റോണിയയിലെ ഒരു താരമായിരുന്നു. സ്റ്റോണിയയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന റൂഫസ് റൈസിനെ കുറിച്ച് മാർഗരറ്റ് അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ലോഗനോട് പങ്കുവയ്ക്കുകയാണ്. ലോഗന്റെ കയ്യിലിരിക്കുന്ന ആ ലിസ്റ്റിൽ നേരത്തെ ലോഗന്റെ പിതാവും അംഗമായിരുന്നു. അദ്ദേഹം 10-30 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിലെ ആദ്യത്തെ 10 ഒരാളായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോഗന്റെ പിതാവ് സ്റ്റോണിയയിലെ മുഴുവൻ യുവതികളുടെയും ഹൃദയം കീഴടക്കിയ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ലോഗന് അറിയാമോ? മാർഗരറ്റിന്റെ ആ ചോദ്യം ശരിക്കും ലോഗന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിപ്പിക്കുകയാണ്. റൂഫസ് റൈസ് സ്റ്റോണിയയിലെ ഏറ്റവും ധീരനായ വ്യക്തിയും അതേപോലെ സുമുഖനുമായിരുന്നു എന്നുള്ള കഥ ഡസൻ റൈസ് അത്ര ശ്രദ്ധിച്ചിരുന്ന കാര്യമല്ല. അതാണ് ഇപ്പൊ മാർഗരറ്റ് പറയുന്നത്. ലോഗൻ അറിയാമോ, ആ കാലഘട്ടത്തിൽ വെസ്റ്റ് ലുക്കോസിയയിൽ ശരിക്കും പ്രശ്നമായിരുന്നു. ആ പ്രശ്നം തീർക്കാനായിട്ട് ഒരുപാട് യോദ്ധാക്കളെയാണ് ചക്രവർത്തി സ്റ്റോണിയിൽ നിന്ന് വെസ്റ്റ് ലുക്കോസിലേക്ക് അയച്ചത്. അന്ന് ആ ടീമിന് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാള് റൂഫസ് റൈസ് ആണ്. ലോഗന്റെ പിതാവ് റൂഫസ് റൈസ് അവിടുത്തെ ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കി തിരിച്ച് സ്റ്റോണിയിലേക്ക് വരുമെന്നാണ് എല്ലാ ആളുകളെയും കരുതിയത്. സ്റ്റോണിയ രാജ്യ തലസ്ഥാനമാണ്, മനോഹരമായ സ്ഥലമാണ്, സകല ആളുകളും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലവുമാണ്. പക്ഷേ എല്ലാ ആളുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് റൂഫസ് റൈസ് വെസ്റ്റ് ലുക്കോസിയയിൽ സ്ഥിരതാമസം തുടങ്ങാൻ തീരുമാനിച്ചത് ശരിക്കും എന്റെ പിതാവിനെയും സകല രാജവംശ അംഗങ്ങളെയും ഞെട്ടിച്ചൊരു കാര്യമാണ്. എന്റെ പിതാവ് ലോഗന്റെ പിതാവിനോട്, എന്റെ അങ്കിളിനോട് എന്തുകൊണ്ട് വെസ്റ്റ് ലുക്കോസിൽ തങ്ങുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്ന് റൂഫസ് റൈസ് എന്റെ അച്ഛനോട് പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്. സ്റ്റോണിയെ സംരക്ഷിക്കാൻ ഒരുപാട് മിടുക്കരുണ്ട്, വെസ്റ്റ് ലുക്കോസിയെ സംരക്ഷിക്കാൻ മിടുക്കരായ ആളുകൾ അനിവാര്യമാണ്. അതുകൊണ്ട് താൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് അന്ന് ലോഗന്റെ പിതാവ് എന്റെ അച്ഛനോട് പറഞ്ഞത്. ശരിക്കും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിയാണ് റൂഫസ് റൈസ്. റൂഫസ് റൈസിന് സ്റ്റോണിയെ പോലുള്ള ഒരു നല്ല സ്ഥലം ഉപേക്ഷിച്ച് വെസ്റ്റ് ലുക്കോസി പോലൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നിരന്തരമായി ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിരുന്ന വെസ്റ്റ് ലുക്കോസിയിൽ ആ കാലഘട്ടത്തിൽ പോകാൻ പല ആർമി ഓഫീസേഴ്സിനും മടിയായിരുന്നു. അവരുടെ ആർമി ജീവിതത്തിന്റെ ഭാഗമായി ഒരു ചെറിയ കാലഘട്ടം വെസ്റ്റ് ലുക്കോസിൽ ചെലവഴിക്കുക, അതാണ് സകല ആർമി ഓഫീസേഴ്സും ആകെ ചെയ്യുന്ന കാര്യം. അതിന് വിരുദ്ധമായിരുന്നു റൂഫസ് റൈസിന്റെ ചെയ്തികൾ. റൂഫസ് വെസ്റ്റ് ലുക്കോസിൽ എത്തുമ്പോൾ വളരെ ചെറിയൊരു ടീം മാത്രമാണ് അവിടെ വെസ്റ്റ് ലുക്കോസിയെ പ്രൊട്ടക്ട് ചെയ്യാനായി ഉണ്ടായിരുന്നത്. ആ ചെറിയ ടീമിന് വെസ്റ്റ് ലുക്കോസിയെ ആക്രമിക്കുന്ന കൊള്ളക്കാരെ നേരിടാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നില്ല. റൂഫസ് മിടുക്കനായ ആളുകളെ കണ്ടെത്തി ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പേര് വിളിക്കപ്പെട്ട ആ ടീമിലെ അംഗസംഖ്യ ആദ്യം 100-ൽ താഴെയായിരുന്നു. അവിടെ നിന്നാണ് റൂഫസ് ആ സേന ബിൽഡ് ചെയ്യുന്നത്. റൂഫസിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ശരിക്കും ഒരു വിപുലമായ സേന കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സേനയുടെ ബലം 5 ലക്ഷമായി വളർന്നു. സേനയുടെ അംഗബലം ആ ശൈലിയിൽ വളർത്തിയെടുത്തതിൽ റൂഫസിനുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. ആ സേനയുടെ കരുത്തിൽ ഇപ്പോ വെസ്റ്റ് ലുക്കോസിയ സുരക്ഷിതമാണ്. വെസ്റ്റ് ലുക്കോസിലെ എല്ലാ അതിരുകളും ആ ബ്ലാക്ക് ടൈഗേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ടൈഗേഴ്സിന്റെ ശക്തിയിൽ ഇപ്പോ ശരിക്കും രാജ്യ തലസ്ഥാനം വരെ ഭയക്കുന്നുണ്ട്. ആ ശൈലിയിലേക്ക് ആ സൈന്യം ബിൽഡ് ചെയ്തെടുത്തത് സ്റ്റോണിയിൽ നിന്നുള്ള ഒരു സഹായവും ഇല്ലാതെയാണ്. റൂഫസ് റൈസിനെ കുറിച്ച് മാർഗരറ്റ് അറിഞ്ഞ കാര്യങ്ങളൊക്കെ മാർഗരറ്റ് ലോഗനുമായി പങ്കുവച്ചു. അവസാനം മാർഗരറ്റ് ലോഗനോട് പറഞ്ഞു, ലോഗന്റെ പിതാവ് ശരിക്കും ഒരു ജീനിയസ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച വ്യക്തി കൂടിയാണ് ലോഗന്റെ പിതാവ്. മാർഗരറ്റ് ആ വാചകം പറഞ്ഞപ്പോ അത് ശരിക്കും ഡസ്നങ്ങ് കൊണ്ടു. ലോഗൻ റൂഫസ് റൈസിനെ കാണാറുള്ളതും വളരെ അപൂർവമായിട്ടാണ്. ശരിക്കും രാജ്യം കെട്ടിപ്പടുക്കുന്ന ആ തിരക്കിനിടയിൽ റൂഫസ് റൈസിന് മകൻ ഡസ്റ്റിനെ കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം ഇപ്പോ ലോഗന് ഓർമ്മ വരികയാണ്. സ്വന്തം ജീവിതം, സ്വന്തം സുഖങ്ങൾ അതൊക്കെ ഒരു രാജ്യത്തിന് വേണ്ടി ത്യജിച്ച വ്യക്തിയാണ് അവന്റെ പിതാവെന്നാണ് മാർഗരറ്റ് ഇപ്പോ ലോഗനോട് പറഞ്ഞത്. മാർഗരറ്റ് ലോഗനോട് പറഞ്ഞു, റൂഫസ് റൈസിനെ പോലെ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. ഈ രാജ്യം യഥാർത്ഥത്തിൽ റൂഫസ് റൈസിനോട് കടപ്പെട്ടിരിക്കുകയാണ്. സ്റ്റോണിയേക്കാൾ വളരെ വളരെ വലുതാണ് വെസ്റ്റ് ലുക്കോസിയ. ആ വെസ്റ്റ് ലുക്കോസിയ ഏരിയ പൂർണ്ണമായും ഡ്രാഗൺ മാർഷലിൽ നിന്ന് നഷ്ടമാകുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ റൂഫസ് റൈസ് സ്റ്റോണിയിൽ നിന്ന് അവിടേക്ക് വരുന്നതും സേന ഉണ്ടാക്കുന്നതും വെസ്റ്റ് ലുക്കോസിയെ ഡ്രാഗൺ മാർഷിന്റെ പാർട്ടായി പിടിച്ചു നിർത്തിയതും.
അതൊക്കെ ഒരു കഥയാണ്, ഇതിഹാസ തുല്യമായ കഥയാണ്. ആ കഥകൾ ഒന്നൊന്നായി മാർഗരറ്റ് ഡസ്റ്റിനോട് പറയുമ്പോൾ ഡസ്റ്റിന് അവരുടെ അച്ഛനെ കുറിച്ചുള്ള പുതിയ പുതിയ ചിത്രങ്ങൾ ലഭിക്കുകയാണ്. അവരുടെ ആ പ്രൈവറ്റ് വിമാനം വെസ്റ്റ് ലൂക്കോസിക്ക് മുകളിലേക്ക് കടന്നതും മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ഞാൻ ലോഗനെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് കേട്ടതും ഡസ്റ്റിൻ മാർഗരറ്റിനോട് ചോദിച്ചു, മാർഗരറ്റ്, ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. നഷ്ടപ്പെട്ടു പോയ ഡ്രാഗൺ ബൈന്റെ 5 ശാഖകൾ മാർഗരറ്റ് എന്തിനാ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് മാർഗരറ്റിന് എന്താ ഗുണം? ശരിക്കും ഡ്രാഗൺ ബെയിൻ ഒരു സ്പിരിച്വൽ എനർജി സോഴ്സാണ്. സോഡ് മാസ്റ്റർ ബെയ്ലി അയാളുടെ ആ മാന്ത്രിക വാൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോണിയിൽ ഉണ്ടായിരുന്ന ആ ഡ്രാഗൺ ബെയിനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഡ്രാഗൺ ബെയിൻ 5 പാർട്ടായി 5 ഭാഗത്തേക്ക് അങ്ങ് അപ്രത്യക്ഷമായത്. ആ ഡ്രാഗൺ ബെയിന് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അവരുടെ ഇന്റേണൽ എനർജി വളർത്താൻ അവരെ സഹായിക്കുന്ന സ്പിരിച്വൽ എനർജിയാണ് യഥാർത്ഥത്തിൽ ഡ്രാഗൺ ബെയിനകത്തുള്ളത്. ആ ഡ്രാഗൺ ബെയിൻ എന്തിന് മാർഗരറ്റ് തേടി പിടിക്കണം? ആ ചോദ്യമാണ് ഡസ്റ്റിൻ ഇപ്പോൾ മാർഗരറ്റിനോട് ചോദിച്ചത്. ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും മാർഗരറ്റ് പറഞ്ഞു, ലോഗൻ, ഡ്രാഗൺ ബെയിൻ നമ്മുടെ ഈ ഡ്രാഗൺ മാഷ് കിങ്ഡത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നഷ്ടപ്പെട്ടു പോയ ആ ഡ്രാഗൺ ബെയിൻ തിരിച്ചു പിടിക്കാൻ ഈ ഡ്രാഗൺ മാർഷിലെ എല്ലാ ആളുകളും ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഡ്രാഗൺ മാർഷിലെ ഒരു പൗര എന്ന നിലയിൽ അതിന് മുന്നിട്ടിറങ്ങുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മാർഗരറ്റിന്റെ സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ സ്വാഭാവികമായും അടുത്ത ചക്രവർത്തി. ആ ചക്രവർത്തി ആകാൻ പോകുന്ന ആരെങ്കിലും ആകണം ആ ഡ്രാഗൺ ബെയിൻ കണ്ടുപിടിക്കാനായി ഇറങ്ങേണ്ടത്. അവരിറങ്ങുന്നതിന് പകരം അവരുടെ സഹോദരി മാർഗരറ്റ് ഇതാ ഡ്രാഗൺ ബെയിൻ കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി മാർഗരറ്റിന് ചക്രവർത്തി ആകാനുള്ള ആഗ്രഹമുണ്ടോ? ആ ചോദ്യം ഡസ്റ്റിന്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഡസ്റ്റിൻ ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ ഡസ്റ്റിനെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി മറുപടി പറഞ്ഞ് ഒഴിയുകയായിരുന്നു മാർഗരറ്റ്. ഡസ്റ്റിൻ വീണ്ടും ഡ്രാഗൺ ബെയിനിലേക്ക് ചോദ്യം തുടക്കാൻ പോകുന്നു മനസ്സിലാക്കി മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് ലോഗൻ, വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരിക്കലും നമ്മുടെ യഥാർത്ഥ രൂപത്തിൽ വെസ്റ്റ് ലൂക്കോസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലോകന്റെ സ്വന്തം രാജ്യമായ വെസ്റ്റ് ലൂക്കോസിൽ രഹസ്യമായി താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിരിക്കുന്നത് സാക്ഷാൽ മാർഗരറ്റാണ്. മാർഗരറ്റിന്റെ റോയൽ ഗാർഡുകൾ നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. മാർഗരറ്റിന്റെ എഫിഷ്യൻസി ഡസ്റ്റിനെ വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, ഞാൻ വേഷം മാറാം, പക്ഷേ മാർഗരറ്റ് എന്ത് ചെയ്യും? മാർഗരറ്റ് എപ്പോഴും തലയിലൊരു തൊപ്പിയും ഒരു മുഖം മറയ്ക്കുന്ന മറയും സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്. ആ ശൈലിയിൽ ഒരു സ്ത്രീയെ വെസ്റ്റ് ലൂക്കോസിൽ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധ ആ സ്ത്രീയിൽ പതിയാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ടാണ് ഡസ്റ്റിൻ ആ ചോദ്യം ചോദിച്ചത്. ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും മാർഗരറ്റ് അവളുടെ തലയിലെ തൊപ്പി അങ്ങ് എടുത്തു. ഡസ്റ്റിൻ അമ്പരപ്പോടെ മാർഗരറ്റിനെ നോക്കുമ്പോൾ മാർഗരറ്റ് അവളുടെ മുഖംമൂടി അങ്ങ് അഴിച്ചു. ശരിക്കും സുന്ദരമായ ഒരു മുഖം ആ മുഖംമൂടിക്ക് പുറകിലുണ്ട്. ഡസ്റ്റിൻ കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഡസ്റ്റിന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. ഡസ്റ്റിന്റെ കയ്യിൽ മാർഗരറ്റിന്റെ ഒരു ഛായാചിത്രമുണ്ട്. മാർഗരറ്റ് ഒരു മലയിലേക്ക് നോക്കി നിൽക്കുന്ന ചിത്രം അവളുടെ റൈറ്റ് സൈഡിൽ നിന്ന് വരച്ചിരിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ മാർഗരറ്റിന്റെ വലത് ചെവി, വലത് കണ്ണ്, വലത് കവൾ, ഇത്രയും ഭാഗമാണ് ആ ചിത്രത്തിൽ വ്യക്തമായിട്ടുള്ളത്. ആ ചിത്രത്തിൽ കാണുന്ന മാർഗരറ്റും ഇപ്പോ ഡസ്റ്റിന്റെ മുന്നിലിരിക്കുന്ന മാർഗരറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിറത്തിൽ പോലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത അമ്പരപ്പ് ഡസ്റ്റിന്റെ മുഖത്തുണ്ട്. ഡസ്റ്റിന്റെ മനസ്സിലുള്ള സംശയം വായിച്ചറിഞ്ഞ മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ഇപ്പോ ലോഗൻ കാണുന്നത് യഥാർത്ഥത്തിലുള്ള എന്നെ അല്ല. എന്റെ മുഖത്ത് ഞാൻ ഒരു മാസ്ക് അണിഞ്ഞിരിക്കുകയാണ്. മിസ്റ്റിക് ആർട്സുകാർ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഹ്യൂമൻ മാസ്ക് ഇവിടെ ഇതാ മാർഗരറ്റും ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ മാസ്ക് ആണ് മാർഗരറ്റ് ഇപ്പോ അണിഞ്ഞിരിക്കുന്നത്. മാസ്ക് ധരിച്ചിരിക്കുകയാണെന്ന് ഒരാളും പറയത്തില്ല. പക്ഷേ യഥാർത്ഥ മുഖം മറച്ചു വെച്ചുകൊണ്ട് മാർഗരറ്റ് ധരിച്ചിരിക്കുന്ന ആ പുതിയ മാസ്കിനും ഒരു സൗന്ദര്യമുണ്ട്. എത്ര മാസ്ക് ധരിച്ചാലും മാർഗരറ്റിന്റെ സൗന്ദര്യത്തെ പൂർണ്ണമായും മറയ്ക്കാൻ ആ മാസ്കിന് പറ്റില്ല എന്ന് മാത്രം. മാർഗരറ്റിന്റെ മുഖത്തിന് വേറെ മുഖം കൊടുക്കാനേ പറ്റൂ. മാർഗരറ്റിന്റെ ആ ബോഡി സ്ട്രക്ചർ അതുപോലെ തന്നെ നിൽക്കുകയാണ്. സുന്ദരയെ മാർഗരറ്റിനെ നോക്കി ചിരിച്ചിട്ട് ഡസ്റ്റിൻ അയാളുടെ ബാഗിൽ കരുതിയിരുന്ന ചില സാധനങ്ങൾ പുറത്തെടുത്തു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഡസ്റ്റിനും വേഷം മാറി. ഇപ്പോൾ ഡസ്റ്റിനെ കണ്ടാൽ നേരത്തെ ആ വിമാനത്തിലുണ്ടായിരുന്ന വ്യക്തിയാണെന്ന് ആരും പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡസ്റ്റിനും മാർഗരറ്റിനും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ആ സാമ്യം കണ്ടതും മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ഈ നിമിഷം മുതൽ നമ്മൾ സഹോദരന്മാരാണ്. ഞാൻ ഇനി മുതൽ ലോഗനെ ഡസ്റ്റിൻ എന്നെ വിളിക്കും. ഡസ്റ്റിൻ എന്നെ മാർഗരറ്റ് എന്ന് വിളിക്കാം. പ്രിൻസസ് എന്ന പദം ഇനി ഉപയോഗിക്കരുതെന്നാണ് മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞത്. ഈ സംഭാഷണം കഴിഞ്ഞ് അധിക സമയം കഴിയും മുമ്പ് അവിടെ വിമാനം ലാൻഡ് ചെയ്തു. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ
ഒരു ടാക്സി പിടിച്ച് യാത്ര തുടങ്ങി. ടാക്സി കയറിയതും മാർഗറ്റ് ഡെസ്റ്റിനോട് ചോദിച്ചു, ഡെസ്റ്റിൻ, നമുക്ക് ആദ്യം എങ്ങോട്ടാ പോകേണ്ടത്? എനിക്ക് റൈസ് കുടുംബത്തിന്റെ സെമിത്തേരിയിലേക്കാണ് പോകേണ്ടത്. റൈസ് കുടുംബത്തിന് മാത്രമായിട്ട് ഒരു സെമിത്തേരി ഉണ്ട്, അവിടേക്ക് പോകണമെന്ന് ഡെസ്റ്റിൻ റൈസ് പറഞ്ഞതും മാർഗറ്റ് ടാക്സി ഡ്രൈവറോട് റൈസ് കുടുംബത്തിന്റെ സെമിത്തേരിയിലേക്ക് പോകാൻ നിർദ്ദേശം കൊടുത്തു. വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. വെസ്റ്റ് ലൂക്കോസിലെ എയർപോർട്ടിൽ നിന്ന് റൈസ് കുടുംബത്തിന്റെ സെമിത്തേരിയിലേക്ക് ആ വാഹനം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡസ്റ്റിൻ കൗതുകപൂർവ്വം ചുറ്റും നോക്കുകയാണ്. ഡസ്റ്റിന് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് വെസ്റ്റ് ലൂക്കോസിൽ വന്നിരിക്കുന്നത്. അതേ അതിശയം മാർഗറ്റിനുമുണ്ട്. മാർഗറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പാ ഇവിടെ വന്നത് എന്റെ ആന്റിക്കൊപ്പം. മാർഗറ്റിന്റെ അച്ഛന്റെ സഹോദരിയാണല്ലോ റൂഫസ് റൈസിന്റെ ഭാര്യ. അവർക്കൊപ്പം മാർഗറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഡസ്റ്റിൻ, വെസ്റ്റ് ലൂക്കോസിയ ഇപ്പോ സ്റ്റോണിയെ കവച്ചു വെക്കുമല്ലോ. രാജ്യ തലസ്ഥാനമായ സ്റ്റോണിയേക്കാൾ മനോഹരമാണ് ഇപ്പോ വെസ്റ്റ് ലൂക്കോസിലെ കാഴ്ചകൾ. വിശാലമായ റോഡുകളും അതിമനോഹരമായ ബിൽഡിങ്ങുകളും കളിസ്ഥലങ്ങളും തുറസായ സ്ഥലങ്ങളും ഫുട്പാത്തുകളും എന്ന് വേണ്ട എല്ലാം കണ്ണിന് ഇമ്പമുണ്ടാക്കുന്നവയാണ്. ആ കാഴ്ച കണ്ട് അതിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഡെസ്റ്റിനോടായി മാർഗറ്റ് പറഞ്ഞു, ഡെസ്റ്റിൻ, ഈ കാണുന്ന കാഴ്ചകളുടെയൊക്കെ പിന്നിൽ ആരാണെന്ന് അറിയാവൂ? മാർഗറ്റിന്റെ ചോദ്യം കേട്ടപ്പോ ഡെസ്റ്റിൻ കൗതുകത്തോടെ മാർഗറ്റിന്റെ മുഖത്ത് നോക്കി. ഡെസ്റ്റിൻ, ഇതൊക്കെ സംഭവിച്ചത് ഡെസ്റ്റിന്റെ അമ്മ കാരണമാണ്. മാർഗറ്റ് പറയുന്നത് അത് ഡെസ്റ്റിൻ, റൂഫസ് റൈസ് വെസ്റ്റ് ലൂക്കോസിയെ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രിൻസസ് വിക്ടോറിയയാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ലൂക്കോസിയെ ഭരിച്ചിരുന്നത്. വെസ്റ്റ് ലൂക്കോസിൽ നമ്മൾ കാണുന്ന സകല പ്രോസ്പെരിറ്റിയുടെ പിന്നിലും യഥാർത്ഥത്തിൽ ഡെസ്റ്റിന്റെ അമ്മയായിരുന്നു. ആ കാലഘട്ടത്തിലെ വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിൽ 5ാം സ്ഥാനക്കാരിയായിരുന്ന പ്രിൻസസ് വിക്ടോറിയ അതിശക്തിയായിരുന്നു. ശരിക്കും അവരൊരു മാർഷൽ ആർട്ടിസ്റ്റ് എക്സ്പെർട്ട് മാത്രമായിരുന്നില്ല, അസാമാന്യമായ ഭരണ നിപുണതയുള്ള വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ അവരെ ഇല്ലാതാക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. പ്രിൻസസ് വിക്ടോറിയ വെസ്റ്റ് ലൂക്കോസി എന്ന ആരും വരാത്ത ആ സ്ഥലത്തെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാക്കി കൺവേർട്ട് ചെയ്യായിരുന്നു. വിദ്യാലയങ്ങളും റോഡുകളും ആശുപത്രികളും എന്ന് വേണ്ട സകല സംവിധാനങ്ങളും അവിടേക്ക് വന്നതിന്റെ പിന്നിൽ പ്രിൻസസ് വിക്ടോറിയ ഉണ്ട്. ഡെസ്റ്റിന് അറിയോ, പ്രിൻസസ് ഈ നാട്ടിലെ ഓരോ മുക്കിലും മൂലിലും ചെല്ലുമായിരുന്നു. വെസ്റ്റ് ലൂക്കോസിയ വളരെ വിശാലമായ രാജ്യമാണ്. വെസ്റ്റ് ലൂക്കോസിലെ ഓരോ നഗരവും പ്രിൻസസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പ്രിൻസസ് ആ നഗരങ്ങൾ ബിൽഡ് ചെയ്യുകയായിരുന്നു. ആ നഗരത്തിലെ ആളുകൾ പ്രിൻസസ് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. തന്റെ അമ്മയെക്കുറിച്ച് മാർഗറ്റ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഡെസ്റ്റിന്റെ ഹൃദയത്തിൽ ഒരു ഭാരം ഇങ്ങനെ കൂടി വരികയാണ്. ഡ്രാഗൺ മാർഷിലെ രാജകുമാരി എന്ന നിലയിൽ, രാജാവിന്റെ മകൾ എന്ന നിലയിൽ ഒരുപാട് വിവരങ്ങൾ മാർഗറ്റിന് ലഭ്യമാണ്. ആ വിവരങ്ങളിൽ പലതും വെസ്റ്റ് ലൂക്കോസിയുമായി കണക്റ്റഡ് ആണ്. അവൾ ശേഖരിച്ച കാര്യങ്ങളാണ് അവൾ ഡെസ്റ്റിനുമായി പങ്കുവയ്ക്കുന്നത്. പ്രിൻസസ് വിക്ടോറിയയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മാർഗറ്റ് ഡെസ്റ്റിനോട് പങ്കുവയ്ക്കുകയാണ്. പ്രിൻസസ് എങ്ങനെയാണ് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറിയതെന്ന് മാർഗറ്റ് പറയുമ്പോൾ ഡെസ്റ്റിന്റെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു തുടങ്ങി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ടാക്സി ഒരു വിശാലമായ കോമ്പൗണ്ടിന്റെ പുറത്തെത്തി. റൈസ് കുടുംബത്തിന്റെ ശ്മശാനമെന്നാണ് അതിനെ വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. 800 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആ ശ്മശാനം രാജ്യത്തെ രക്തസാക്ഷികളുടെ അവസാന വിശ്രമ സ്ഥലമാണ്. രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന ആളുകളെ അവിടെ വളരെ ഉയർന്ന ശൈലിയിൽ അടക്കം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ റൈസ് കുടുംബത്തിന്റെ ആ ശ്മശാനം വെസ്റ്റ് ലൂക്കോസിയിലെ മാത്രമല്ല, ഡ്രാഗൺ മാർഷിലെ മുഴുവൻ ആളുകളുടെയും ആകർഷണ കേന്ദ്രമാണ്. ആ ആകർഷണത്വം എത്രത്തോളം ഉണ്ടെന്ന് അവിടേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി ശ്മശാനത്തിന് സമീപിക്കുമ്പോൾ ഡെസ്റ്റിനും മാർഗറ്റിനും മനസ്സിലാകുന്നുണ്ട്. അനവധി ആളുകൾ ആ ശ്മശാനം സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ട്. ആ ശ്മശാനത്തിലേക്ക് കയറുന്ന ഏതൊരാളും ശരിക്കും ആ സ്ഥലം കാണുമ്പോൾ ശ്മശാനമാണെന്നുള്ള കാര്യം വിസ്മരിക്കും. മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ആളുകൾ കടക്കുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകളെ, സൈനികരെ അടക്കം ചെയ്തിരിക്കുന്ന ഓരോ കല്ലറയ്ക്ക് ചുറ്റുമായി മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കുഞ്ഞ് ഗാർഡനുകളുണ്ട്. ആ ഗാർഡനുകളിലെ ചെടികൾ വെട്ടി നിർത്തിയിരിക്കുന്ന പോലും അകത്തുള്ള വ്യക്തിയുടെ പേര് ഒറ്റ നോട്ടത്തിൽ വിസിബിൾ ആകത്തക്ക ശൈലിയിലാണ്. ശരിക്കും നന്നായി പരിപാലിക്കുന്ന ഒരു വലിയ ശ്മശാനം. 800 ഏക്കറിലായി പരന്നു കിടക്കുന്ന ആ ശ്മശാനത്തിലൂടെ മാർഗറ്റും ഡെസ്റ്റും നടക്കുമ്പോൾ അനവധി ആളുകൾ അതിനകത്തുള്ള ഓരോ ശവക്കല്ലറയ്ക്ക് അടുക്കിലേക്കും നടന്നു പോകുന്നത് അവിടെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. ആ ശ്മശാനത്തിലെ മെയിൻ പാതയിലൂടെ മുന്നോട്ട് നടക്കുന്ന ഡെസ്റ്റിന്റെ ലക്ഷ്യം ആ ശ്മശാനത്തിന്റെ ഏകദേശം പുറകു ഭാഗത്തുള്ള ഒരു ഏരിയയാണ്. ഡെസ്റ്റിൻ മറ്റൊന്നും നോക്കാതെ ആ ഭാഗത്തേക്ക് ഇന്ന് നടക്കുകയാണ്. ഡെസ്റ്റിൻ നടന്നെത്തിയത്
അതിമനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പൂന്തോട്ടത്തിലേക്കാണ്. മനോഹരമായ ആ പൂന്തോട്ടത്തിന്റെ ഒത്ത നടുക്ക് ഒരു ശവക്കല്ലറയുണ്ട്. ഡസൻ റൈസ് ആ കല്ലറയുടെ മുന്നിലേക്ക് വന്നു. ആ കല്ലറയിൽ അവരെത്തുമ്പോൾ ആ കല്ലറയ്ക്ക് മുകളിൽ പുഷ്പങ്ങൾ അർപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങൾ കാണാം. അവർക്ക് മുന്നേ ആരൊക്കെയോ അവിടെ വന്നു പോയിട്ടുണ്ട്. ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പ്രിൻസസ് വിക്ടോറിയ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. ഡസൻ റൈസ് ആ കല്ലറയ്ക്ക് മുന്നിലേക്ക് എത്തിയതും പതുക്കെ താഴേക്ക് കുനിയുകയാണ്. താഴേക്ക് കുനിഞ്ഞ് തറയിൽ മുട്ടുകുത്തിയ ഡസൻ തല ആ കല്ലറയിൽ ചേർത്ത് വെച്ചു. ഡസൻ അവരുടെ അമ്മയോട് പറഞ്ഞു, അമ്മ സോറി, ഞാൻ എത്താൻ ഒരുപാട് ലേറ്റായി. അമ്മയെ അപകടപ്പെടുത്തിയ ആളുകളെ വകവരുത്തിയിട്ടേ ഞാനിവിടെ വരുമെന്ന് ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഞാൻ ഇവിടെ എത്താൻ താമസിച്ചത്. ഡസൻ റൈസ് അവന്റെ അമ്മയോട് പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങിയാണ്. ശരിക്കും തൊട്ടു മുന്നിൽ ഡസന്റെ അമ്മ ഉണ്ടെന്ന് തോന്നുന്ന ശൈലിയിൽ ഡസൻ പഴയ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുകയാണ്. ഡസനും അമ്മയും തമ്മിൽ ഒരു വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നു. അവരൊന്നിച്ചാണ് സ്റ്റോണിയിലേക്ക് പോയത്. പക്ഷേ ഡസന് അവന്റെ അമ്മയെ സംരക്ഷിക്കാൻ പറ്റില്ല. ഡസന്റെ കൺമുന്നിൽ വെച്ചാണ് അന്നത്തെ വേൾഡ് ഷേക്കിംഗ് ലിസ്റ്റിലെ 5ാം റാങ്കുകാരിയായ പ്രിൻസസ് വിക്ടോറിയ കൊല്ലപ്പെടുന്നത്. അന്ന് അവരെ കൊന്നത് തികച്ചും ചതിയിലൂടെയാണ്. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവർ വീണുപോയതാണ്. ആ രംഗങ്ങളൊക്കെ ഡസന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതൊക്കെ ആ ശവകുടീരത്തിന് മുന്നിൽ നിന്ന് അമ്മയോട് പറയുകയാണ് ഡസൻ റൈസ്. ഏകദേശം ഒരു 30 മിനിറ്റോളം ഡസൻ റൈസ് ആ കല്ലറയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ഡസൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ മാർഗറ്റ് നിശബ്ദയായി ഡസന് തൊട്ടുപുറകിൽ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർഗറ്റ് മനഃപൂർവ്വം ഡസനെ ശല്യം ചെയ്യാതെ നിൽക്കുന്നതാണ്. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡസൻ റൈസ് എണീറ്റു. ഈ നിമിഷത്തിൽ മാർഗറ്റിന് ഡസന്റെ കണ്ണുകളിൽ നനവ് കൃത്യമായി കാണാം. ഡസന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അത് കണ്ട് മാർഗറ്റ് ഡസനോട് പറഞ്ഞു, ഡസൻ കരയാതെ. അപ്പോഴാണ് ഡസന് താൻ കരയുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഡസൻ പെട്ടെന്ന് കണ്ണു തുടച്ച് മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, എനിക്ക് എന്റെ അമ്മയെ ഇല്ലാതാക്കിയ ആളുകളെ പൂർണ്ണമായി ഈ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം. ഡസൻ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പ്രിൻസസ് വിക്ടോറിയ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ഭാഗമായ വ്യക്തിയാണ്. ഡസൻ, ഈ കാണുന്ന പൂക്കൾ അതിന്റെ ലക്ഷണമാണ്. എന്നും ആരെങ്കിലും പ്രിൻസസിനെ ഓർക്കുന്നു എന്നതാണ് ആ പൂക്കളുടെ അർത്ഥം. ശരിക്കും ഫ്രഷ് പൂക്കളാണ് ആ കല്ലറയ്ക്ക് മുകളിലുള്ളത്. ആരെങ്കിലുമൊക്കെ പ്രിൻസസിനെ കാണാൻ എന്നും അവിടെ എത്താറുണ്ട്. ഉണങ്ങിയ പൂക്കളും ഇഷ്ടംപോലെ കാണാം. ഡസൻ റൈസും മാർഗറ്റും പ്രിൻസസിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഒരു ചെറിയ ശബ്ദപ്പെട്ടു. ആരോ വിതുമ്പുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കിയ ഡസൻ റൈസും മാർഗറ്റും വേഗം ആ ഭാഗത്തേക്ക് നടന്നു. അവര് നടന്നെത്തിയത് ഒരു കല്ലറയുടെ അടുത്താണ്. ആ കല്ലറയ്ക്ക് മുന്നിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു കാല് തറയെ കുത്തി കൈകൊണ്ട് ആ കല്ലറയെ പിടിച്ച് കരയുകയാണ്. അച്ഛാ, ഞാൻ പരാജയപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോ ഡസൻ റൈസിന്റെ കണ്ണ് ആ കല്ലറയ്ക്ക് മുകളിലുള്ള പേരിലേക്ക് പതിഞ്ഞു. ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റ്. ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കരയുന്നു. അവൻ റിച്ചാർഡ് സ്നോ വൈറ്റിനെ സംബോധന ചെയ്യുന്നത് അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഒരു അമ്പരപ്പ് സ്വാഭാവികമായും ഡസനുണ്ടായി. ഡസൻ കൗതുകത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ വീണ്ടും ആ കല്ലറ പിടിച്ച് എന്തൊക്കെയോ പറയുകയാണ്. അച്ഛാ, എനിക്ക് അമ്മയെ സംരക്ഷിക്കാൻ പറ്റിയില്ല. എന്റെ പെങ്ങളെയും എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. അച്ഛാ, ഞാൻ ശരിക്കും ദുർബലനായിപ്പോയി. അച്ഛാ, എന്നെ കൊണ്ട് തൊടാൻ പറ്റുന്ന ആളുകളല്ല നമ്മളെ ഉപദ്രവിച്ചത്. ആ ചെറുപ്പക്കാരൻ അയാൾക്ക് പറ്റിയ ദുരന്തത്തെക്കുറിച്ച് അയാളുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറയുന്നത് കേട്ടതും ഡസൻ റൈസ് ആ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നു. കാൽപര്യമാറ്റം കേട്ട് ആ ചെറുപ്പക്കാരൻ കല്ലറ പിടിച്ച് ഒന്ന് തിരിഞ്ഞു. ശരിക്കും അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. ഭയന്ന് അയാൾ അടുത്തേക്ക് വരുന്ന ഡസനോട് പറഞ്ഞു, പ്ലീസ് പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഏയ്, ഞാൻ ശത്രുവല്ല. എന്തു പറ്റി? ശത്രുവല്ല എന്ന് ഡസൻ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഡസന്റെ പുറകെ വരുന്ന മാർഗറ്റിനെയും കണ്ടു. പെട്ടെന്ന് അവന്റെ മുഖത്ത് ഒരു ആശ്വാസം ഉണ്ടായി. അവൻ കല്ലറയിൽ ഒന്നുകൂടി ബലമായി പിടിച്ചപ്പോ ഡസൻ അവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവന്റെ ഒരു കാല് ലേശം ഇംബാലൻസ്ഡ് ആണ്. കാല് ആരോ അടിച്ചൊടിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഏയ്, തന്റെ കാലിനെന്ത് പറ്റി? ഡസന്റെ ചോദ്യം കേട്ടിട്ടും ആ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടുന്നില്ല. അവൻ വീണ്ടും കല്ലറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അത് കണ്ടതും ഡസൻ അവനോട് വീണ്ടും ചോദിച്ചു, ഏയ്, നീ ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ മകനാണോ? ഏയ്, നിങ്ങൾക്ക് അച്ഛനെ അറിയോ? ഏയ് സുഹൃത്തെ, അതെന്തൊരു ചോദ്യമാണ്. ഈ വെസ്റ്റ് ലുക്കോസിയിൽ ജനറലിനെ അറിയാത്ത ആരാ ഉള്ളത്? ഡസൻ റൈസിന് ശരിക്കും പരിചയമുള്ള വ്യക്തിയായിരുന്നു ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റ്. റൂഫസ് റൈസിന്റെ വലങ്കയായ ജനറലായിരുന്നു. യുദ്ധത്തിൽ അനിത സാധാരണമായ സാമർഥ്യം കാണിച്ച വ്യക്തിയാണ് ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റ്.
അദ്ദേഹത്തിന്റെ മരണം ആകസ്മികമായി സംഭവിച്ചതാണ്. ആ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി വെസ്ലുക്കോസിയുടെ രാജകുടുംബം ഒരുപാട് സഹായങ്ങൾ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ കുടുംബത്തിന് ചെയ്തിരുന്നു. ആ കാര്യമൊക്കെ ഡസ്റ്റിന് അറിയാം. ഡസ്റ്റിന് ഉള്ളപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ മകൻ ഏതാണ്ട് ഒടിഞ്ഞ കാലുമായി ആ കലറിൽ പിടിച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഡസ്റ്റിന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതുകൊണ്ടാണ് ഡസ്റ്റിൻ വീണ്ടും ആ ചെറുപ്പക്കാരനെ ചോദിക്കുന്നത്, സത്യമായിട്ട് എന്താ സംഭവിച്ചത്? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും? സുഹൃത്തെ, നിങ്ങൾക്ക് എന്നെ അങ്ങനെ സഹായിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർഗറ്റ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ സുഹൃത്തിന് കൊട്ടാരത്തിൽ നല്ല സ്വാധീനമാണ്. അദ്ദേഹം വിചാരിച്ചാൽ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ കാര്യം പറ. മാർഗറ്റ് അങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് കുറച്ചുകൂടി ഒരു ആശ്വാസമായി. അയാൾ കലറിലേക്ക് ഒന്ന് ചാരി നിന്നിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, സുഹൃത്തെ, ഞാനും അമ്മയും എൻ്റെ അനുജത്തെയും കൊട്ടാരത്തിൽ നിന്ന് അനുവദിച്ചെന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ വലിയ അലയില്ലാതെ ജീവിക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനുജത്തിയെ ഒരാൾ കാണുന്നത്. അയാൾ എൻ്റെ അനുജത്തിയെ വെറുതെ ശല്യം ചെയ്തു തുടങ്ങി. അവിടെ നിന്നാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ചെറുപ്പക്കാരൻ അത്രയും പറഞ്ഞതും മാർഗറ്റ് അയാളോട് ചോദിച്ചു, നിന്റെ സഹോദരി ശല്യം ചെയ്ത ആളെ നീ വെറുതെ വിട്ടോ? സിസ്റ്റർ, സത്യമായിട്ടും എനിക്ക് അവരെ തൊടാൻ പറ്റില്ല. അതെന്താ? ചോദ്യം ഡസ്റ്റിന്റെ വകയാണ്. ബ്രദർ, എന്റെ സഹോദരി ശല്യം ചെയ്തത് സൂ കോണറാണ്. സൂ കോണറോ? ആരാ അയാൾ? ബ്രദർ, അയാൾ കൊട്ടാരത്തിൽ ശരിക്കും സ്വാധീനമുള്ള ഒരാളുടെ മകനാണ്. അയാളുടെ അച്ഛന് ബ്ലാക്ക് ഡ്രാഗൺ ആർമിയിൽ വളരെ ഉയർന്ന തസ്തികയുണ്ട്. വെസ്ലുക്കോസിയെ പ്രൊട്ടക്ട് ചെയ്യാനായി റൂഫസ് റൈസ് ഉണ്ടാക്കിയ സേനയായ ബ്ലാക്ക് ഡ്രാഗൺ ആർമിയിലെ ഒരു പ്രമുഖ വ്യക്തിയുടെ മകനാണ് സൂ കോണർ എന്ന് അത് കേട്ടപ്പോൾ ഡസ്റ്റിന് മനസ്സിലായി. ആ സൂ കോണർ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ മകളെ ശല്യം ചെയ്തിരിക്കുകയാണ്. കഥയുടെ അത്രയും ഭാഗം ഡസ്റ്റിനും മാർഗറ്റിനും മനസ്സിലായി. പിന്നെന്തുണ്ടായി? ബ്രദർ, എന്റെ സഹോദരി അയാൾക്കൊപ്പം പോകാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ ബലമായി എന്റെ സഹോദരിയെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി. തടയാൻ ഞാനും അമ്മയെ ശ്രമിച്ചപ്പോൾ അയാൾ എന്റെ കാല് തല്ലി ഒടിച്ചു. അയാളെ സഹായിക്കാനായി ഒരുപാട് ആളുകളുണ്ട്. അയാൾ എന്നിട്ട് വീടിന് തീയിട്ടു. എന്റെ അമ്മ ആ വീട്ടിൽ ആ തീയിൽ വെന്തെരിയായിരുന്നു. ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ ഭാര്യയെ ശരിക്കും ക്രൂരമായി തീ കൊളുത്തി കൊന്നുവെന്നാണ് ഇപ്പോ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ മകൻ പറയുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? ജനറൽ റിച്ചാർഡിന്റെ ഭാര്യയെ തീ കൊളുത്തി കൊന്നു, എന്നിട്ട് ആരും ഇടപെട്ടില്ലേ? ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ, ഈ സൂ കോണറും അയാളുടെ സുഹൃത്തുക്കളും ഒരു വലിയ നോയ്സൻസ് ആണ്. ഇവിടെ ഈ നഗരത്തിൽ അവരുടെ ആ ടീമും വളരെ സ്വാധീനമുള്ള ടീമാണ്. അവരെ ധിക്കരിക്കാൻ ആർക്കും പറ്റത്തില്ല. അവർക്ക് തോന്നുന്നൊക്കെ അവർ ചെയ്യും. വെസ്ലുക്കോസിന്റെ അടുത്ത ഭരണാധികാരി ആകേണ്ട ഡസ്റ്റിൻ റൈസിനോടാണ് ഇപ്പോ സൂ കോണർ എന്ന വ്യക്തിയെക്കുറിച്ച് ജനറൽ റിച്ചാർഡ് സ്നോ വൈറ്റിന്റെ മകൻ മാർട്ടിൻ സ്നോ വൈറ്റ് സൂചിപ്പിക്കുന്നത്. മാർട്ടിൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ മാർഗറ്റിന് വല്ലാതെ ദേഷ്യം വരികയാണ്. ഈ ഡ്രാഗൺ മാർഷൽ ഈ ശൈലിയിൽ ആളുകൾ പെരുമാറുന്നു. ഡ്രാഗൺ മാർഷലെ ചക്രവർത്തി അവളുടെ പിതാവാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ധാർമ്മിക രോഷം പ്രിൻസസ് മാർഗറ്റിനുണ്ട്. മാർഗറ്റും ഡസ്റ്റിനും ഒന്ന് മുഖത്തോട് നോക്കി. ഡസ്റ്റിൻ അതിനുശേഷം മാർട്ടിനോട് പറഞ്ഞു, മാർട്ടിൻ, നിന്റെ സഹോദരി ആ സൂ കോണർ അടുത്തുനിന്ന് ഞാൻ രക്ഷിക്കാം, നീ എന്നെ വിശ്വസിക്കും. ഡസ്റ്റിന്റെ പറച്ചിൽ കേട്ടപ്പോ മാർട്ടിന് സന്തോഷമുണ്ട്. പക്ഷെ മാർട്ടിന് വിശ്വാസം കൊണ്ട് വരുന്നില്ല. മാർട്ടിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ബ്രദർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ സഹോദരിയെ അയാൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോ ഏകദേശം 24 മണിക്കൂറായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും മാർഗറ്റ് മാർട്ടിനോട് ചോദിച്ചു, മാർട്ടിൻ, നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തില്ലേ? സിസ്റ്റർ, പോലീസും ലോക്കൽ ഭരണകൂടവും ഒക്കെ അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ പറയുന്നതിനപ്പുറം ഒന്നും നടക്കത്തില്ല. വെസ്ലുക്കോസിയിലെ ഭരണം ഏത് ശൈലിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഡസ്റ്റിന് കിട്ടുന്നത്. ഡസ്റ്റിൻ മാർഗറ്റിനോട് പറഞ്ഞു, മാർഗറ്റ്, എനിക്ക് ആ സൂ കോണർ എവിടെ ഉണ്ടെന്ന് അറിയണം. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞതും മാർഗറ്റ് ഫോണുമായി ആ കല്ലറിൽ നിന്ന് പുറത്തേക്ക് കടന്നു. മാർഗറ്റ് മാറി നിന്ന് ആരെയും ഫോൺ വിളിച്ചു. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതും മാർഗറ്റ് മടങ്ങി ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ അയാൾ ഹോളി ഇൻ എന്ന് പറയുന്ന ബാറിലുണ്ട്. മാർഗരറ്റിന്റെ റോയൽ ഗാർഡുകൾ വെസ്ലുക്കോസിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മാർഗരറ്റിന് വേണ്ടി ഒരു കാര്യം കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നതാണ് ആ ഉത്തരത്തിന്റെ അർത്ഥം. മാർഗറ്റ് അതിവേഗം സൂ കോണർ എവിടെയുണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് കണ്ടതും മാർട്ടിൻ സ്നോ വൈറ്റിനും ശരിക്കും ഒരു അതിശയം തോന്നുകയാണ്. തന്നെ സഹായിക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് ശരിക്കും ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് പെട്ടെന്നൊരു തോന്നൽ മാർട്ടിൻ സ്നോ വൈറ്റിനുണ്ടായി. മാർട്ടിൻ സന്തോഷത്തോടെ ഡസ്റ്റിനെ കയ്യിൽ നിന്ന് പിടിച്ചു. ബ്രദർ, സത്യമായിട്ടും നിങ്ങളെ ദൈവം അയച്ചതാണ്. മാർട്ടിൻ, സാരമില്ല, താങ്കൂടെ വാ,
അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർട്ടിനെയും കൊണ്ട് മാർഗരറ്റും ഡസ്റ്റിനും ആ കലറിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ ടാക്സി പിടിച്ച് ഹോളി ഇൻ എന്ന ബാർ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ മാർട്ടിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ബ്രദർ, ഞാൻ ബാറിലേക്ക് വരുന്നില്ല, എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ സമീപത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ആക്കിയാൽ മതി. ശരിക്കും സൂ കോണറി സംഘത്തെയും നേരിടാനുള്ള കപ്പാസിറ്റി അവന് ഇല്ലാത്തത് കൊണ്ട് അവൻ മനഃപൂർവ്വം പിന്മാറുന്നതാണെന്ന് ഡസ്റ്റിനും മാർഗരറ്റിനും അറിയാം. അത് മനസ്സിലാക്കിയ ഡസൻ റൈസും മാർഗരറ്റും മാർട്ടിൻ സ്നോ വൈറ്റിനെ ഒരു ചെറിയ ലോഡ്ജിനടുത്ത് എത്തിച്ചു. ആ ലോഡ്ജിൽ മുറിയെടുത്ത് മാർട്ടിനെ അവിടെ ആക്കിയതിനു ശേഷം ഡസൻ മാർട്ടിനോട് പറഞ്ഞു, മാർട്ടിൻ, ഞങ്ങൾ വേഗം മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ നിന്റെ സഹോദരി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും. ബ്രദർ, സത്യമായിട്ടും എനിക്ക് കൂടെ വരണമെന്നുണ്ട്. അങ്ങനെ അയാൾ പറയുമ്പോൾ അയാൾക്ക് അതിന് പറ്റില്ല എന്ന് അയാളുടെ ബോഡി വിളിച്ചു പറയുകയാണ്. അയാളുടെ കാല് എതിരാളികൾ അടിച്ച് ഓടിച്ചിരിക്കുന്നതുകൊണ്ട് എണീറ്റ് നിൽക്കാൻ തന്നെ മാർട്ടിൻ ശരിക്കും പാടുപെടുന്നുണ്ട്. മാർട്ടിന്റെ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഡസൻ മാർട്ടിനോട് പറഞ്ഞു, ഏയ് മാർട്ടിൻ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. മാർട്ടിന്റെ സഹോദരി എന്റെയും സഹോദരിയാണ്, അങ്ങനെ കണ്ടാൽ മതി. സഹോദരന് സഹോദരി രക്ഷിക്കാൻ ബാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർട്ടിനോട് യാത്ര പറഞ്ഞ് ഡസൻ റൈസും മാർഗരറ്റും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞതും അവരുടെ ടാക്സി ഹോളി ഇൻ എന്ന ആ ബാറിന്റെ മുന്നിലെത്തി. ടാക്സി വിട്ടതിന് ശേഷം അവർ ബാറിനകത്തേക്ക് കടക്കാൻ പോയതും മാർഗരറ്റിന്റെ ഒരു സ്പൈ മാർഗരറ്റിന്റെ അടുത്തേക്ക് വന്നു. മാഡം, ആ സൂ കോണർ അകത്തുണ്ട്. സൂ കോണറെ ഐഡന്റിഫൈ ചെയ്യാനായി മാർഗരറ്റ് ഏർപ്പാടാക്കിയിരുന്ന വ്യക്തിയാണ് മാർഗരറ്റിന് റിപ്പോർട്ട് ചെയ്തത്. ആൾക്കൂട്ടത്തിനടുത്ത് വെച്ച് പ്രിൻസസ് എന്ന് സംബോധന ചെയ്യരുതെന്ന് മാർഗരറ്റ് വ്യക്തമായ നിർദ്ദേശം അവർക്ക് കൊടുത്തിരുന്നുകൊണ്ടാണ് മാഡം എന്ന് അയാൾ മാർഗരറ്റിനെ സംബോധന ചെയ്തത്. മാർഗരറ്റും ഡസൻ റൈസും കൂടി അകത്തേക്ക് കടന്നു. ഒരു വിശാലമായ ബാറിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ആ ബാറിന് ഒരു ബാൽക്കണിയും ഉണ്ട്. ബാൽക്കണിയിൽ പ്രൈവറ്റ് റൂമുകളുമുണ്ട്. ഡസൻ റൈസും മാർഗരറ്റും ഹാളിനകത്തേക്ക് കടന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒന്ന് കണ്ണുകൊണ്ട് നിരീക്ഷിക്കുകയാണ്. ശരിക്കും ഒന്ന് സ്കാൻ ചെയ്യുകയാണെന്ന് പറയാം. ആ സമയത്ത് മാർഗരറ്റിനെയും ഡസ്റ്റിനെയും അകത്തേക്ക് കൊണ്ടുവന്ന ആ സ്പൈ മാർഗരറ്റിനോട് പറഞ്ഞു, മാഡം, മുകളിലെ ആ 2ാമത്തെ ടേബിളിന്റെ അടുത്ത് ആ വലത് ഭാഗത്തിരിക്കുന്ന വ്യക്തിയാണ് സൂ കോണർ. ആ സ്പൈ പറഞ്ഞ ഭാഗത്തേക്ക് ഡസൻ റൈസും മാർഗരറ്റും നോക്കുമ്പോൾ മുകളിൽ ബാൽക്കണിയിൽ ശരിക്കും പൊട്ടിച്ചിരിക്കുക കേൾക്കാം. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു കസേരയിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ അയാൾക്കൊപ്പം ആ മേശയ്ക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. ആ പൊട്ടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനാണ് സൂ കോണർ എന്ന് ആ സ്പൈ പറഞ്ഞതും ഡസൻ റൈസും മാർഗരറ്റും 2ാമത്തെ നിലയിലേക്ക് നടന്നു. അവർ ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താൻ പോയതും 2 ബോഡി ഗാർഡുകൾ അവരെ തടഞ്ഞ ബോഡി ഗാർഡുകളായി ഡസൻ പറഞ്ഞു, എനിക്ക് സൂ കോണറുമായിട്ട് ഒരു ബിസിനസ് സംസാരിക്കാനുണ്ട്. ഡസനെ തടഞ്ഞ ആ ബോഡി ഗാർഡുകൾ ഡസന്റെ ആ ഡയലോഗ് കേട്ടപ്പോ ശരിക്കും ഒന്ന് അമ്പരന്നു എന്ന് പറയാം. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് സൂ കോണറോട് ഒരു ബിസിനസ് സംസാരിക്കാനുണ്ട്. അവരുടെ യജമാനനായ സൂ കോണറെ അതേ ശൈലിയിൽ പേര് പറഞ്ഞ് ഒരാൾ സംബോധന ചെയ്യുന്നത് അവരധികം കേട്ടിട്ടില്ല. അതിൻ്റെതായ ഒരു അമ്പരപ്പാണ് ആ 2 ബോഡി ഗാർഡുകൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ബോഡി ഗാർഡിൽ ഒരാൾ കൂടുതൽ സംസാരിക്കാതെ വേഗം ബാൽക്കണിയിലേക്ക് നടന്ന് ആ ടേബിളിനടുത്തത്തെ സൂ കോണറോട് കാര്യം പറഞ്ഞു. സൂ കോണറോട് അയാൾ അങ്ങനെ പറഞ്ഞതും സൂ കോണർ ഡസനെയും മാർഗരറ്റിനെയും മുകളിലേക്ക് കയറി വരാനായി ആംഗ്യം കാണിച്ചു. ഡസൻ റൈസും മാർഗരറ്റും സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. അവർ സൂ കോണർ ഇരിക്കുന്ന ആ മേശയ്ക്കരികിലേക്ക് നടക്കുമ്പോൾ സൂ കോണറുടെ കണ്ണുകൾ പൂർണ്ണമായും മാർഗരറ്റിലാണ്. സുന്ദരിയായ മാർഗരറ്റിനെ കാൽപാദം മുതൽ തല വരെ അയാളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അയാളുടെ കണ്ണുകൾ മാർഗരറ്റിൽ പതിയുന്നത് കണ്ടതും ഡസൻ റൈസ് അയാൾക്കെതിരെയുള്ള കസേര വന്നിരുന്നു. ഡസൻ അയാളോട് ചോദിക്കുക പോലും ചെയ്യാതെയാണ് ആ കസേര വന്നിരുന്നത്. പെട്ടെന്ന് ഡസൻ ആ കസേരയിലേക്ക് ഇരുന്നപ്പോ സൂ കോണറുടെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഒന്ന് ഞെട്ടി എന്ന് പറയാം. അവരെല്ലാവരും യഥാർത്ഥത്തിൽ കസേരയിൽ ഇരിക്കാതെ നിൽക്കുകയാണ്. സൂ കോണർക്ക് മുന്നിൽ അവരാരും ഇരിക്കാറില്ല എന്നാണ് സത്യം. വന്ന അതിഥി തികച്ചും അപ്രതീക്ഷിതമായി കസേരയിൽ അങ്ങനെ ഇരിക്കുന്ന കണ്ടതും സൂ കോണറുടെ ആ സുഹൃത്തുക്കളിൽ ഒരാൾ ഉറക്കെ ഡസനോട് ചോദിച്ചു, ഏയ്, നീ എന്താ അവിടെ കയറി ഇരുന്നത്? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഡസൻ സൂ കോണറോട് ചോദിച്ചു, നിങ്ങളാണോ സൂ കോണർ? ഡസൻ റൈസിന്റെ ആ ചോദ്യം സ്വാഭാവികമായും സൂ കോണറുടെ സുഹൃത്തുക്കളെ ഒന്നുകൂടി ചൊടിപ്പിക്കുകയാണ്. ഏയ്, യങ് മാസ്റ്ററെ പേര് പറഞ്ഞു വിളിക്കുന്നു. അങ്ങനെ ഒരാൾ ചോദിച്ചതും സൂ കോണർ അയാളൊന്ന് വിലക്കി. ഏയ്, അത് വിട്. അങ്ങനെ സൂ കോണർ പറഞ്ഞതും ഡസൻ വീണ്ടും സൂ കോണർ ചോദിച്ചു, അപ്പോ നിങ്ങൾ തന്നെയാണ് സൂ കോണർ? അതെ, ഞാനാണ്. സൂ കോണർ അങ്ങനെ പറഞ്ഞതും ഡസൻ റൈസ് കൈ നീട്ടി സൂ കോണറുടെ തലമുടി പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. സൂ കോണറുടെ തലമുടിയിലേക്ക് പിടിച്ച ഡസൻ റൈസ് സൂ കോണറുടെ തല പിടിച്ച് മുന്നിലെ ആ ഗ്ലാസ് ടേബിളിൽ ഒരൊറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായ സംഭവം. ഡസൻ റൈസ് സൂ കോണറുടെ തല ആ ഗ്ലാസിലേക്ക് ഇടിച്ചതും
ഗ്ലാസ് പൊട്ടിച്ചിതറിയ ആ ഗ്ലാസിന്റെ കഷ്ണങ്ങളിൽ ചിലതൊക്കെ സൂക്കോണറുടെ മുഖത്തേക്ക് തന്നെ തറച്ചു കയറുകയാണ്. ആ ടേബിളിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകളൊക്കെ ശരിക്കും ഏതാണ്ട് നിശ്ചലരായി നിൽക്കുകയാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടില്ല. മുന്നിലെ മേശയുടെ ഗ്ലാസ് പൊട്ടി സൂക്കോണറുടെ തല മേശയുടെ അടിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ മേശയ്ക്കടിയിൽ നിന്ന് തല മുകളിലേക്ക് പിടിച്ചുയർത്തിയ ഡസൻ സൂക്കോണറോട് ചോദിച്ചു, നിനക്ക് നീന സ്നോ വൈറ്റിനെ അറിയൂ? പൊട്ടിയ മേശയ്ക്കടിയിൽ നിന്ന് തല മുകളിലേക്ക് എടുക്കപ്പെട്ടപ്പോ ശ്വാസം എടുക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ സൂക്കോണർ. ആ നിമിഷത്തിലാണ് ഡസൻ റൈസ് ആ ചോദ്യം ചോദിച്ചത്, നീന സ്നോ വൈറ്റിനെ അറിയുമോ? ഡസൻ റൈസിന്റെ ആ ചോദ്യം യഥാർത്ഥത്തിൽ സൂക്കോണർ കേട്ടിട്ടേ ഇല്ല. അയാളുടെ ചെവിയും കണ്ണുമൊക്കെ ഏതാണ്ട് അടിച്ചു പോയതുപോലെയാണ്. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം അയാൾ പെട്ടെന്ന് തലയൊന്ന് കുടഞ്ഞു. ആ നിമിഷത്തിൽ ഡസന്റെ കൈ അയാളുടെ പുറത്തുനിന്ന് വിടുകയും ചെയ്തു. സൂക്കോണർ കസേര ഒന്ന് ചാരി ഇരുന്നിട്ട് അമ്പരപ്പോടെ ഡസ് നോക്കി ഡസ്റ്റോട് ചോദിച്ചു, നീ എന്നെ എന്താ ചെയ്തേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് നീന സ്നോ വൈറ്റിനെ അറിയുമോ എന്ന്. ഡസൻ റൈസ് രണ്ടാമത് അത് ചോദിക്കുമ്പോഴാണ് ആ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോ അവർക്ക് കാഴ്ച വ്യക്തമാണ്. അവരുടെ യങ് മാസ്റ്റർ ഇതാ മുഖമെല്ലാം മുറിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് യങ് മാസ്റ്ററെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ യങ് മാസ്റ്ററോട് എന്തോ ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ആ ചെറുപ്പക്കാർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അതുവരെ അവരുടെ ജീവിതത്തിൽ അവരാരും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു സംഭവത്തിന് അവരൊക്കെ സാക്ഷികളായിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു ഞെട്ടലാണ് അവർക്കുള്ളത്. ഡസൻ റൈസ് വീണ്ടും സൂക്കോണറോട് ചോദിച്ചു, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് നീന സ്നോ വൈറ്റിനെ അറിയുമോ? ഡസന്റെ ചോദ്യം കേട്ടതും സൂക്കോണർ ദേഷ്യപ്പെട്ട് ഡസനോട് പറഞ്ഞു, എടാ ആരാ നീ? ആ ചോദ്യം സൂക്കോണർ ചോദിച്ചതും ഡസൻ മേശയ്ക്ക് മുകളിലൂടെ എത്തി കൈ നിവർത്തി ഒരു അറ്റയാടി. ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി തരാതെ തിരിച്ച് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഡസൻ റൈസ് സൂക്കോണറെ ആഞ്ഞടിച്ചത്. ആ അടി സൂക്കോണറെ കവിളി പതിഞ്ഞപ്പോ അയാളുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ പൊന്നീച്ച പറന്നു എന്ന് പറയാം. ശരിക്കും അയാളുടെ തല ഒന്ന് കറങ്ങുകയാണ്. ഇപ്പോ ആ ചുറ്റുമുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഏതാണ്ട് കഥ മനസ്സിലായി. ആ കഥ നന്നായി മനസ്സിലായത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഡസ്റ്റോട് പറഞ്ഞു, ഏയ് നീ ആരാ തൊട്ടെന്നറിയാവോ? അയാൾ അങ്ങനെ ചോദിച്ചതും ഡസൻ റൈസിന്റെ ഇടത് കൈ അയാളുടെ വയറി പതിഞ്ഞു ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ട് അതിന്റെ ഫലമായി ഉണ്ടായി. ഇടിയേറ്റ മനുഷ്യൻ ആ പ്രൈവറ്റ് റൂമിന്റെ തടി കൊണ്ടുള്ള സെപ്പറേഷൻ തകർത്തുകൊണ്ട് അനവധി പ്രൈവറ്റ് റൂമുകൾ തകർത്ത് പുറകോട്ടങ്ങ് പോവുകയാണ്. ശരിക്കും ഒരു ട്രെയിൻ പാഞ്ഞു പോകുന്ന പോലെ ആ തടി കൊണ്ടുള്ള സെപ്പറേഷൻ ഇടയിൽ കൂടി അയാളങ്ങ് പാഞ്ഞു പോവുകയാണ്. ഇതൊക്കെ ഏതാണ്ട് സ്ലോ മോഷൻ സംഭവിക്കും പോലെയാണ് സംഭവിക്കുന്നത്. ഈ കാഴ്ച സൂക്കോണറെ ഭയപ്പെടുത്തിയില്ലെങ്കിലും അയാളുടെ കൂട്ടുകാരെയൊക്കെ ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് എതിരിടാൻ പറ്റുന്ന ആളല്ല സൂക്കോണറെ എതിരെ വന്നിരിക്കുന്നതെന്ന് ആ രംഗം അവരോട് പറയാതെ പറയുകയാണ്. പക്ഷെ സൂക്കോണർ ശരിക്കും ദേഷ്യത്തിലാണ്. അവൻ കസരുന്ന് ചാടി എണീറ്റു. ഏയ് ഞാൻ ആരെന്നറിയാവോ? എന്റെ അച്ഛനെന്നറിയാവോ? നിന്റെ അച്ഛൻ അത് ആരാണെങ്കിലും എനിക്ക് വിഷയമല്ല. എന്റെ ചോദ്യത്തിന് നീ ഇതുവരെയും ഉത്തരം പറഞ്ഞില്ല. എവിടെ നീന സ്നോ വൈറ്റ്? നീന സ്നോ വൈറ്റോ? അതാരാ? നിനക്ക് മാർട്ടിൻ സ്നോ വൈറ്റിനെയും നീന സ്നോ വൈറ്റിനെയും അതുപോലെ നീ ചുട്ടുകൊന്ന മറീന സ്നോ വൈറ്റിനെയും നിനക്ക് അറിയില്ലേ? ഡസൻ റൈസിന്റെ വായിൽ നിന്ന് ചോദ്യങ്ങൾ തുരുതുരാ പുറത്തേക്ക് വന്നതും സൂക്കോണർ ഡസ്റ്റോട് പറഞ്ഞു, എനിക്കിപ്പോ മനസ്സിലായി. എടാ ആ കാര്യം ചോദിക്കാനാണ് നീ ഇവിടെ വന്നത്? അതെ അത് ഒരു സ്ഥലത്തുണ്ട്. സൂക്കോണർ അങ്ങനെ പറഞ്ഞിട്ട് ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. സാധാരണഗതിയിൽ ബാറാകുമ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ സൂക്കോണർ എണീറ്റ് നിന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചതും ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും മുകളിലേക്ക് വരികയാണ്. സൂക്കോണറുടെ എല്ലാ സുഹൃത്തുക്കളും ശരിക്കും പേടിച്ചങ്ങനെ നിൽക്കുമ്പോ സൂക്കോണർ ഡസ്റ്റോട് പറഞ്ഞു, എടാ ഞാൻ ആരെന്നറിയാവോ? എന്റെ അച്ഛൻ ആരെന്നറിയാവോ? എന്റെ അച്ഛൻ തന്നെ എന്ത് ചെയ്യുമെന്നറിയാവോ? അങ്ങനെ അവൻ ആവർത്തിച്ച് ചോദിച്ചതും ഡസൻ അവനോട് വീണ്ടും ചോദിച്ചു, ഡേ നിന്നോട് ഞാൻ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എവിടെ നീന സ്നോ വൈറ്റ്? നീന സ്നോ വൈറ്റ്? ഓ എനിക്കിപ്പോ കഥ മനസ്സിലായി. ഏയ് യങ് മാൻ, ആ നീന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. സത്യം ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ ഇവരുടെയൊക്കെ ചോദിച്ചു നോക്കി. ഇവർക്കൊക്കെ അതായിരിക്കും അഭിപ്രായം. ആള് സംഭവമാണ്. നിനക്ക് ഇവിടെ കൊണ്ടുവയ്ക്കോ? ഡസൻ റൈസിന്റെ സകല ക്ഷമയും നശിച്ച ആ നിമിഷത്തിൽ ഡസൻ സൂക്കോണറെ കൈ പിടിച്ച് ഒരൊറ്റ വലി. ശരിക്കും ആ കൈ ടക്ക് എന്ന ശബ്ദത്തോടു കൂടി അങ്ങ് ഒടിഞ്ഞു. ആ കൈ ഒടിഞ്ഞ ശബ്ദത്തെക്കാൾ ഉപരി ആളുകൾ കേട്ടത് സൂക്കോണറുടെ അലറിയുള്ള കരച്ചിലാണ്. ശരിക്കും അവൻ അലറി കരഞ്ഞുകൊണ്ട് ഡസ്റ്റോട് പറഞ്ഞു, ഹേയ് യങ് മാൻ, നീ എന്താ ചെയ്തെന്നറിയാവോ?
ഒരു കൈ ഒടിഞ്ഞിട്ടും അവന്റെ ആക്രോശത്തിന് ഒരു അന്തവുമില്ല. ഡസ്റ്റിൻ വീണ്ടും അവനോട് ചോദിച്ചു, ഏയ് എന്റെ ക്ഷമ പോവുകയാണ്, എവിടെയാണ് നീന? ഡസൻ റൈസ് ആ ചോദ്യം ചോദിച്ചതും താഴത്തെ ബാറിലേക്ക് കുറെ ആളുകൾ ഒന്നിച്ച് കടന്നു വരികയാണ്. കടന്നു വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ ബാറിലെ ആളുകളോട് വിളിച്ചു ചോദിച്ചു, ആരാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ ചോദ്യം കേട്ടതും താഴത്തെ ബാറിൽ ഉണ്ടായിരുന്ന ഒരാൾ ആ ചോദ്യം ചോദിച്ച ആളോട് പറഞ്ഞു, സർ മുകളിലാണ് പ്രശ്നം. ആ ബാർ ജീവനക്കാരന്റെ മറുപടി കേട്ട് മുകളിലേക്ക് അവിടേക്ക് വന്ന ആഗതർ നോക്കുമ്പോൾ സൂക്ക് ഓണറുടെ ഷോൾഡർ പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് അവർ കണ്ടത്. എന്താണ് സംഭവമെന്ന് വന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ വന്ന ആളുകളുടെ കൂട്ടത്തിലെ ഒരാളെ കണ്ടതും സൂക്ക് ഓണർ ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, നീ തീർന്ന്. വന്നിരിക്കുന്ന ആളുകളിൽ ഒരാളെ നോക്കിയിട്ടാണ് സൂക്ക് ഓണർ അത് പറഞ്ഞത്. സൂക്ക് ഓണർ പറഞ്ഞത് കേട്ടതും അകത്തേക്ക് വന്ന ആളുകളുടെ കൂട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന വ്യക്തി ഡസൻ റൈസിനോട് പറഞ്ഞു, ഏയ് എഗ്മാൻ, അയാളുടെ പുറത്തുനിന്ന് കൈയടക്ക. അങ്ങനെ ഡസ്റ്റിനോട് ആ വന്ന ആഗതൻ പറയുമ്പോഴേക്കും ഡസ്റ്റിൻ സൂക്ക് ഓണറെ കൊണ്ട് പടികളിറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. സൂക്ക് ഓണറുടെ ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത് താഴെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കാണാം. അവർക്ക് ആ രംഗം ശരിക്കും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സൂക്ക് ഓണർ വെസ്റ്റ് ലൂക്കോസിൽ എല്ലാവരും പേടിക്കുന്ന കോണർ കുടുംബത്തിലെ അടുത്ത അനന്തര അവകാശിയാണ്. ശരിക്കും ആ കുടുംബത്തെ ഭാവിയിൽ നയിക്കേണ്ട വ്യക്തിയായിട്ടാണ് സൂക്ക് ഓണറെ എല്ലാവരും കാണുന്നത്. ആ സൂക്ക് ഓണറാണ് ഒരു കൈ ഒടിഞ്ഞ് ഇപ്പോ ആ പടിക്കെട്ട് വഴി ഇറങ്ങി വരുന്നത്. താഴെ എത്തിയതും സൂക്ക് ഓണർ ആ ഗ്രൂപ്പിന്റെ ലീഡറോട് പറഞ്ഞു, മാർക്ക്, ഇത് കണ്ട എന്റെ കൈ ഓടിച്ചു. മാർക്ക് ഡെൻവർ വെസ്റ്റ് ലുക്കോസിയിലെ റൂഫസ് റൈസിന്റെ ബ്ലാക്ക് ടൈഗർ ആർമിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ആർമിയുടെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. അയാൾ അതിശക്തനാണ്. അയാൾ ആ ആർമിയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ക്യാപ്റ്റൻ മാർക്ക് ഡെൻവറെ എല്ലാവരും ബ്ലാക്ക് ആർമിയുമായി കണക്ട് ചെയ്ത ആലോചിക്കാറുള്ളത്. മാർക്ക് ഡെൻവർ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് എഗ്മാൻ, നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മാർക്ക് ഡെൻവർ, ബ്ലാക്ക് ആർമിയിലെ ക്യാപ്റ്റനാണ്. നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവന്റെ കോളറിൽ നിന്ന് കൈയെടുക്കുക. മാർക്ക് ഡെൻവർ പറഞ്ഞത് ഡസ്റ്റിന് മനസ്സിലായെന്ന് വ്യക്തം. ഡസ്റ്റിൻ സൂക്ക് ഓണറുടെ കോളറിൽ നിന്ന് കൈയെടുത്തു. സൂക്ക് ഓണറുടെ കോളറിൽ നിന്ന് ഡസ്റ്റിൻ കൈയെടുത്തപ്പോൾ ആ ബാറിനകത്തുണ്ടായിരുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമായി. ബ്ലാക്ക് ഡ്രാഗൺ ആർമിയിലെ മാർക്ക് ഡെൻവർ ഒരു സംഭവമായതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ സൂക്ക് ഓണറുടെ കോളറിൽ നിന്ന് കൈയെടുത്തത്. ആൾക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിൻ വീണ്ടും സൂക്ക് ഓണറോട് ചോദിച്ചു, ഏയ് എവിടെ നീന? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും സൂക്ക് ഓണർ ഒന്ന് ചിരിച്ചു. നീനെ? ഏത് നീന? അയാൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡസൻ റൈസ് സൂക്ക് ഓണറുടെ ഷോൾഡറിലോട്ട് പിടിച്ചിട്ട് കാലുയർത്തി അയാളുടെ ഇടത് കാലിൽ ഒരൊറ്റ ചവിട്ട്. മാർക്ക് ഡെൻവർ ഉൾപ്പെടെ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും ശരിക്കും ഒരു നിമിഷം സ്തംഭിച്ചു പോവുകയാണ്. തികച്ചും അപ്രതീക്ഷിതം എന്നല്ലാതെ ആ സംഭവത്തിനെ വേറൊരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല. ഡസൻ റൈസ് സൂക്ക് ഓണറുടെ കാലിലേക്ക് ആഞ്ഞു ചവിട്ടിയതും അയാളുടെ കാല് ഒടിഞ്ഞു. കാല് ഒടിഞ്ഞു എന്ന് മാത്രമല്ല, വല്ലാത്ത രീതിയിലേക്ക് ആ കാല് ഒന്ന് തിരിയുകയും ചെയ്യും. ശരിക്കും ഒരു അൺബിലീവബിൾ ആംഗിളിൽ ഡസ്റ്റിൻ ആ കാല് ചവിട്ടി ഓടിച്ചിരിക്കുകയാണ്. വേദന കൊണ്ട് പൊളയുന്ന സൂക്ക് ഓണറുടെ അലറിയുള്ള കരച്ചിലാണ് ആളുകളെ ആ രംഗത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ദേഷ്യം വന്ന മാർക്ക് ഡെൻവറുടെ അനുയായികൾ ആ നിമിഷം തന്നെ മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഡെൻവറുടെ അനുവാദത്തിൽ നിന്ന് കാത്തു നിൽക്കാതെ അയാളുടെ അനുയായികൾ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. മുന്നോട്ട് കുതിച്ച ആ ടീം ഡസൻ റൈസിനെ ഏതാനും അടി മുന്നിലെത്തിയതും ഡസൻ ഇടത് കൈ ഒന്ന് വീശി. ഡസൻ ആ ഇടത് കൈ ഒന്ന് എടുക്കുന്നത് പലരും കണ്ടു. അടുത്ത നിമിഷത്തിൽ അവർ കാണുന്നത് മുന്നോട്ട് ഓടുകയായിരുന്ന ആ ഗുണ്ടകൾ ഒന്നടങ്കം ആ ബാറിലെ കൗണ്ടറിലോട്ട് തെറിച്ച് വീഴുന്നതാണ്. അനവധി മേശകൾക്ക് മുകളിലൂടെ ആ ടീം ഏതാണ്ട് പറന്നു പോയെന്ന് പറയാം. എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുമില്ല. മുന്നോട്ട് ഓടിയ ആളുകൾ അതിശക്തമായി കാറ്റടിച്ച് പുറകോട്ട് പറക്കുന്നതാണ് അവർ കണ്ടത്. ആ കാറ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഉത്തരമില്ല. ആളുകൾ അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഡെൻവർ ഡസ്റ്റിനോട് പറഞ്ഞു, ഓ നിനക്ക് ഫൈറ്റൊക്കെ അറിയാമല്ലേ? ഹേയ് എഗ്മാൻ, നിന്റെ ഈ തരിയുടെ വിധിയൊന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അധികം സംഭാഷണത്തിൽ നിൽക്കാതെ ഡസ്റ്റിന് നേരെ ഒന്ന് കുതിച്ചു. ശരിക്കും ഡസ്റ്റിനെ ഒറ്റയടിക്ക് തീർക്കാനുള്ള ദേഷ്യം അയാളുടെ മുഖത്ത് കാണാം. അയാൾ ശരിക്കും ദേഷ്യത്തോടാണ് ഡസ്റ്റിന് അടുത്തേക്ക് പാഞ്ഞു വന്നത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ
അയാളുടെ വയറിലേക്ക് കുനിഞ്ഞു നോക്കുന്ന ആളുകൾ കാണുന്നത്. കുനിഞ്ഞു നോക്കുന്ന അയാൾക്ക് അയാളുടെ വയറിലൂടെ പുറകെ നിൽക്കുന്ന ആളുകളെ കാണാം. ഡസ്റ്റിനടുത്തേക്ക് അയാൾ ഓടി വന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിന് ഒരൊറ്റ ഇടി മാർക്ക് ഡെൻവറുടെ വയറിനകത്തൂടെ ആ കൈ അങ്ങ് കടന്നുപോയി. ശരിക്കും അയാളുടെ ബോഡിയിൽ ഒരു വലിയ ഹോള് വീണിരിക്കുകയാണ്. ആ ഹോളിലേക്കാണ് ഡെൻവർ കുനിഞ്ഞു നോക്കുന്നത്. അയാളുടെ വൈറ്റൽ ഓർഗൻസിന് ഒന്നും സംഭവിക്കാത്ത ശൈലിയിൽ ഒരൊറ്റ ഇടിയിൽ ഡസ്റ്റിൻ ഒരു ദൂരം ആ ബോഡിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും അസംഭവ്യമായ ഒരു കാര്യം അവിടെ ഇതാ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോ ആ ബാറിനകത്ത് പൂർണ്ണ നിശബ്ദതയാണ്. മാർക്ക് ഡെൻവറുടെ വയറിൽ വീണ ആ ഹോള് സൂ കോണറയും നിശബ്ദനാക്കിയിരിക്കുകയാണ്. അലറിക്കരയുകയായിരുന്ന അയാൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്ന പോലെ ഏതാണ്ട് ഓഫായിരിക്കുകയാണ്. ശ്വാസം എടുക്കാതെ അയാൾ നിശ്ചലനായി നിൽക്കുകയാണ്. അയാൾക്ക് പരിചയമുള്ള ഒരു യോദ്ധാവും ഈ ശൈലിയിൽ ഒരു പ്രകടനം നടത്തുന്നത് അയാൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെതായ ഒരു ഭയം സൂ കോണറുടെ കണ്ണുകളിലുണ്ട്. ഡസ്റ്റിൻ സൂ കോണർ നോക്കി അയാളോട് ചോദിച്ചു, എവിടെ നീന? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മാർക്ക് ഡെൻവറാണ്. സർ ആ കുട്ടി ഹീറോ അസോസിയേഷനിലുണ്ട്. അയാളുടെ വയറിലൂടെ വീണിരിക്കുന്ന ദൂരം എങ്ങനെ ഉണ്ടായി എന്ന് മാർക്ക് ഡെൻവർക്ക് നന്നായിട്ട് അറിയാം. മാർക്കിന് 100% ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. അയാളെ ഇടിച്ച ചെറുപ്പക്കാരൻ മനഃപൂർവ്വം അയാളെ കൊല്ലാതിരുന്നതാണ്. ആ ശൈലിയിൽ അയാളുടെ ശരീരത്തിൽ ഒരു ദൂരം ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഒറ്റ ഇടിക്ക് തന്നെ കൊല്ലാൻ കഴിയുമെന്ന് മാർക്കിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മാർക്ക് ഹീറോ അസോസിയേഷന്റെ പേര് പറഞ്ഞതും സൂ കോണറും ഡസ്റ്റിനോട് പറഞ്ഞു, അതെ സാർ, നീന അവിടെയുണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ 3-4 കാറുകൾ ആ ബാറിന്റെ മുന്നിൽ നിന്ന് ഹീറോ അസോസിയേഷനിലേക്ക് തിരിച്ചു. ഹീറോ അസോസിയേഷന് മുന്നിൽ ആദ്യം എത്തിയത് മാർക്ക് ഡെൻവറുടെ കാറാണ്. മാർക്ക് ഡെൻവറും ടീമും പുറത്തിറങ്ങി. അവർ അസോസിയേഷൻ ഹാളിലേക്ക് ഓടിക്കേറുകയായിരുന്നു. തൊട്ടുപുറകെ ഡസ്റ്റിൻ റൈസും മാർഗരറ്റും സൂ കോണറും ഉണ്ട്. ആ ടീം ആ അസോസിയേഷൻ ഹാളിലേക്ക് ഓടിക്കേറുമ്പോൾ അതിനകത്തുള്ള ഒരു ഹാളിൽ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് ഹാളിൽ മീറ്റിംഗിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ അടുത്തേക്ക് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടിയെത്തി. സാർ, പ്രശ്നമാണ്. പ്രശ്നമോ? എന്ത് പ്രശ്നം? സാർ, നമ്മുടെ അസോസിയേഷൻ ഹാളിലേക്ക് ആളുകൾ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുകയാണ്. നമ്മുടെ ഹാളിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുന്നു. ആർക്കാ അതിനുള്ള ധൈര്യമുള്ളത്? ചോദ്യം ചോദിച്ച വ്യക്തി അങ്ങനെ ചോദിച്ചുകൊണ്ട് മേശയ്ക്കകത്തുനിന്ന് ഒരു ഗണ്ണ് വലിച്ചെടുക്കുകയാണ്. ഗണ്ണ് വലിച്ചെടുത്തുകൊണ്ട് അയാൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ തോക്കെടുക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മേശയിലെ ഒരു സ്വിച്ച് പ്രസ് ചെയ്തതും അവിടെ ആ മേശയുടെ സമീപത്തായുള്ള വിശാലമായ അലമാര 2 ഭാഗത്തേക്കായിട്ട് ഒഴുകി മാറി. ആ അലമാര ഒഴുകി മാറുമ്പോൾ ആ അലമാര നിന്ന ഭാഗത്ത് ഒരു വാതിലാണ് കാണുന്നത്. വാതിലിനകത്ത് വിശാലമായ ഒരു മുറിയാണ്. ആ മുറിയിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ കാഴ്ച കാണാം. AK-47 തോക്കുകളും അസൾട്ട് റൈഫിളുകളും റോക്കറ്റ് ലോഞ്ചറുകളും പിസ്റ്റലുകളും റിവോൾവറും ഒക്കെ അവിടെ ചുവരിൽ അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ആ മീറ്റിംഗ് ഹാളിൽ മീറ്റിംഗ് നേതൃത്വം കൊടുത്ത വ്യക്തി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആ ഹാളിനകത്തുണ്ടായിരുന്ന ആളുകൾ ഉടൻ ആ മുറിയിലേക്ക് കയറി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള ആയുധങ്ങൾ കയ്യിലേക്ക് എടുത്തു. ആ ആയുധങ്ങളുമായിട്ടാണ് ആ ടീം ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് അവരെത്തുമ്പോൾ ഹീറോ അസോസിയേഷന്റെ ആ കോൺഫറൻസ് ഹാള് ഒരു രംഗം തന്നെയാണ്. അനവധി ആളുകൾ തറയിൽ വീണുകിടപ്പുണ്ട്. വീണുകിടക്കുന്ന ആളുകളുടെ നടുക്കായി ഒരു ചെറുപ്പക്കാരിയും നിൽക്കുകയാണ്. രക്തത്തിൽ കുളിച്ച് സൂ കോണറയും മാർക്ക് ഡെൻവറെയും കാണാം. എന്താ ഇത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഹീറോ അസോസിയേഷൻ ലീഡർ അയാളുടെ തോക്ക് ഡസ്റ്റിൻ റൈസിന് നേരെ ഉയർത്തി. ഡസ്റ്റിന്റെ അടുത്ത് നിൽക്കുന്ന സൂ കോണറുടെ മുഖത്ത് നിന്ന് ഡസ്റ്റിനാണ് കുഴപ്പക്കാരനെന്ന് മനസ്സിലാക്കിയാണ് ആ ലീഡർ ഡസ്റ്റിന് നേരെ തോക്ക് ഉയർത്തിയത്. അത് കണ്ടതും സൂ കോണർ അയാളോട് പറഞ്ഞു, മിസ്റ്റർ വാങ്, ഇവൻ എന്റെ കൈ ഓടിച്ചു, എന്റെ കാല് ഓടിച്ചു. ശരിക്കും അവന്റെ ഇടത്തെ കാല് തറയെ കുത്താൻ പറ്റുന്നില്ല. ഇടത് കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത വേദന അവൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവന് വാങ് വെസ്ലി കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായിരിക്കുകയാണ്. തന്റെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്ന വാങ് വെസ്ലിയോടായി ഡസ്റ്റിൻ പറഞ്ഞു, എവിടെ നീന സ്നോ വൈറ്റ്? നീന സ്നോ വൈറ്റോ? ഇവിടെ ഒരു സ്നോ വൈറ്റുമില്ല. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, എവിടെ നീന സ്നോ വൈറ്റ്? വീണ്ടും ഡസ്റ്റിൻ റൈസ് ആ ചോദ്യം ചോദിച്ചതും വാങ് വെസ്ലി അയാളുടെ അനുയായികളും നോക്കി. അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. പെട്ടെന്നാണ് നമ്മൾ ആ ശബ്ദം കേൾക്കുന്നത്. തോക്ക് ലോഡ് ചെയ്യുന്ന ശബ്ദം. അനവധി ഗണ്ണുകൾ ഡസ്റ്റിൻ റൈസ് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുകയാണ്. ഡസ്റ്റിന്റെ തൊട്ടടുത്ത് സൂ കോണർ നിൽക്കുകയാണ്. ഡസ്റ്റിന് നേരെ ആ ഹീറോ അസോസിയേഷനിലെ ഫൈറ്റേഴ്സ് തോക്ക് ചൂണ്ടിരിക്കുന്ന കണ്ട സൂ കോണർ ശരിക്കും വിയർത്തുപോയി എന്ന് പറയാം. സൂ കോണർ ഉറക്കെ വാങ്ങിനോട് പറഞ്ഞു, മിസ് വാങ്, വെടിവെക്കരുത്, വെടിവെച്ച് എന്റെ പുറത്തു കൊള്ളും. സൂ കോണർ
ഡസ്റ്റിന് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഡസ്റ്റിനെ വെടിവെച്ചാൽ സൂ കോണർ പുറത്തു കൊള്ളുമെന്ന് സൂ കോണർക്ക് അറിയാം. അത് കേട്ടതും വാങ് പറഞ്ഞു, ഏയ് സൂ, നീ എന്നെ കുറിച്ച് അങ്ങനെയാ ധരിച്ചിരിക്കുന്നത്? നിന്റെ പുറത്തു കൊള്ളാതെ അവനെ വെടിവെക്കാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂ കോണറുടെ അടുത്ത് നിൽക്കുന്ന ഡസ്റ്റിന് നേരെ അയാൾ തോക്കുന്നു ചൂണ്ടി. ശരിക്കും അയാളുടെ വിരൽ ആ ട്രിഗറിലേക്ക് വന്ന ആ നിമിഷത്തിൽ ഒരു പ്രകാശം പോലെ ഡസൻ ഡൈസ് ഒന്ന് മൂവ് ചെയ്തു. ആ മൂവ്മെന്റ് ശ്രദ്ധിക്കാതെ വാങ് ആ ട്രിഗറിലേക്ക് അമർത്തുമ്പോൾ വാങ്ങിന്റെ തോക്കിലെ ട്രിഗർ അമരുന്നില്ല. അയാൾ വീണ്ടും അമർത്തപ്പോഴാണ് അയാൾക്ക് ആ കാര്യം മനസ്സിലായത്. അയാളുടെ തോക്കിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഡസ്റ്റിനെ നോക്കിക്കൊണ്ടാണ് അയാൾ ആ ട്രിഗർ അമർത്തുന്നത്. ഇതിനിടയിൽ ഡസ്റ്റിൻ സൂ കോണറുടെ മുന്നിൽ നിന്ന് അയാളുടെ അടുത്തേക്ക് വരികയും തോക്കിൽ പിടിക്കുകയും ചെയ്യുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വാങ് വെസ്ലി ആലോചിക്കുമ്പോഴേക്കും ആ തോക്ക് രണ്ടായി ഒടിഞ്ഞു. ഈ കാഴ്ച കണ്ടതും വാങ് വെസ്ലിയുടെ സുഹൃത്തുക്കൾ ഡസ്റ്റിന് നേരെ ഫയർ ചെയ്തു. ഡസൻ ഡൈസിന്റെ പുറകിലേക്കാണ് ഫയറിംഗ്. അനവധി തോക്കിൽ നിന്ന് ഒരേ നിമിഷം ഫയർ ചെയ്യപ്പെടുകയാണ്. ഫയറിംഗ് തുടങ്ങിയ ആ നിമിഷത്തിൽ വാങ് തറയിലേക്ക് കുനിഞ്ഞിരുന്നു. വാങ് മാത്രമല്ല, സൂ കോണറും മാർക്ക് ഡെൻവറും ഒക്കെ തറയിലേക്ക് കുനിഞ്ഞു. അവർ മാത്രമല്ല, ആ ഹാളിനകത്ത് ജീവനോടുള്ള ബാക്കി ആളുകളും. അല്പസമയം കഴിഞ്ഞപ്പോൾ വെടിവെച്ച് നിലച്ചതും എല്ലാവരും തല ഉയർത്തി ഒന്ന് നോക്കുകയാണ്. തല ഉയർത്തിയ വാങ് വെസ്ലിയും സൂ കോണറും മാർക്ക് ഡെൻവറും ഒക്കെ മുന്നിൽ കണ്ട കാഴ്ചയിലേക്ക് കണ്ണ് മിഴിച്ചങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും അവർക്ക് തറയുന്ന എണീക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ഡസൻ ഡൈസിന് നേരെയാണ് വന്നത്. ഡസൻ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അയാളുടെ പുറത്ത് ഒരു വെടിയുണ്ട പോലും പതിച്ചിട്ടില്ല. പക്ഷെ അവർ നേരത്തെ കണ്ടതാണ്. ആ ഹീറോ അസോസിയേഷനിലെ തോക്കുധാരികൾ ഡസൻ ഡൈസിന് നേരെ നിറയൊഴിക്കുന്നത്. വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെല്ലാവരും ഒന്ന് തല കുനിച്ചു എന്നുള്ള സത്യമാണ്. അതല്ലാതെ ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ചെറുപ്പക്കാരൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇവൻ ഇനി മനുഷ്യനല്ലേ? അങ്ങനെ ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വന്നതും ഡസൻ ഡൈസിന് നേരെ വെടിതൂർത്ത തോക്കുധാരികൾ ഒന്നടങ്കം താഴേക്ക് വീണു. ശരിക്കും ആ ടീമും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അവരെ സ്തംഭിക്കാനുള്ള കാരണം ഡസൻ ഡൈസിന്റെ ആ ഇടത് കൈ ഒന്ന് ചലിച്ചതാണ്. ആ ഇടത് കൈ ഒന്ന് ചലിച്ചതും അനവധി നീഡിലുകൾ ശരവേഗത്തിൽ ആ തോക്കുധാരികളുടെ കഴുത്തിലേക്ക് കയറിയിരുന്നു. ആ തോക്കുധാരികൾ മുഴുവൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവർക്ക് ട്രിഗറിൽ വിരലമർത്താൻ പറ്റാതെ വന്നപ്പോഴാണ് വെടിവെച്ച് നിന്നത്. ആ നിമിഷത്തിലാണ് ആളുകൾ തലയെടുത്ത് നോക്കുന്നതും ഡസൻ ഡൈസിനെയും തോക്കുധാരികളെയും കാണുന്നതും. ആ തോക്കുധാരികൾ ഒന്നടങ്കം താഴേക്ക് വീണതും ഡസൻ താഴെ കുനിഞ്ഞിരിക്കുന്ന വാങ്ങിനെ കോളറിൽ പിടിച്ച് ഉയർത്തി. വാങ്ങിനോടായി ഡസൻ ചോദിച്ചു, എവിടെ നീനു സ്നോ വൈറ്റ്? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടതും വാങ് വെസ്ലി ഡസ്റ്റിനോട് പറഞ്ഞു, സർ ഞാൻ കാണിച്ചു തരാം. അതുവരെ ഡസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന വാങ് വെസ്ലിയെ അല്ല അപ്പൊ സംസാരിക്കുന്നത്. വാങ് വെസ്ലി അങ്ങനെ പറഞ്ഞിട്ട് അതിവേഗം ഒരു വാതിൽ നിര നടന്നു. അത് കേട്ടതും ഡസൻ ഡൈസ് സൂ കോണറെ കോളറിൽ പിടിച്ചുകൊണ്ട് ആ വാതിൽക്കിലേക്ക് എത്തി. ഇതിനിടയിൽ വാങ് ആ വാതിൽ തുറന്നു. ആ വാതിലിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് വഴി വെസ്ലി താഴേക്ക് ഇറങ്ങിയതും ഡസൻ ഡൈസ് സൂ കോണറേയും കൂടി ആ സ്റ്റെപ്പിലൂടെ ആളെ ഫോളോ ചെയ്തു. ആ വഴി താഴെ ഇറങ്ങിയെത്തപ്പോൾ വിശാലമായ ഒരു നടപ്പാതയാണ്. ആ നടപ്പാതയിലൂടെ അല്പം മുന്നോട്ട് നടന്നതും ഒരു വലിയ ഹാളിലേക്ക് എത്തി. ആ ഹാളിലേക്ക് കടന്ന ഡസൻ ഡൈസ് ശരിക്കും ഒരു വല്ലാത്ത മൈൻഡ് സെറ്റിലേക്ക് എത്തുകയാണ്. അവിടെ അയാൾ കാണുന്ന കാഴ്ച ഡസൻ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. വിശാലമായ ആ ഹാളിൽ അനവധി കൂടുകളുണ്ട്. കറങ്ങുന്ന കൂടുകളാണ്. ആ കൂടുകളിലേക്ക് നോക്കി ഡസ്റ്റിൻ ഞെട്ടി നിന്ന് പറയാം. ആ കൂടിനകത്ത് ആളുകളുണ്ട്. കൂട്ടിനകത്തുള്ളത് സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ പുറത്ത് വസ്ത്രങ്ങളേ ഇല്ല. സ്ത്രീകളെ നഗ്നരാക്കി കൂടുകളിൽ ഇട്ടിരിക്കുകയാണ്. കൂടുകളിൽ കിടക്കുന്ന ആ സ്ത്രീകളുടെ പുറത്തുനിന്ന് ചോര ഒലിക്കുന്നത് വ്യക്തമാണ്. അടിയേറ്റ പാടുകളും വ്യക്തമാണ്. ക്രൂരമായ മർദ്ദനത്തിന് ആ സ്ത്രീകളൊക്കെ വിധേയരാകുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിന് വ്യക്തമാണ്. വെസ്റ്റ് ലുക്കോസിയുടെ അടുത്ത രാജാവാകേണ്ട ഡസൻ ഡൈസ് അയാളുടെ രാജ്യ തലസ്ഥാനത്തെ ആ കാഴ്ച കണ്ട് എന്ത് പറയണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു. അനവധി കൂടുകൾ അവിടെ കണ്ടപ്പോൾ ഡസൻ സൂ കോണറോട് ചോദിച്ചു, ഇതിലാരാ നീനു? ചോദ്യം കേട്ടതും സൂ കോണർ അതിവേഗം മുന്നോട്ട് നടന്നു. ആ ഹാളിന്റെ അറ്റത്തേക്കാണ് അയാൾ നടന്നത്. അവിടെയുള്ള ഒരു കൂടിനടുത്തേക്ക് എത്തിയ സൂ കോണർ ഡസനോട് പറഞ്ഞു, ഇതാണ് നീനു. ഡസൻ ഡൈസ് നോക്കുമ്പോൾ ആ കൂടിനകത്ത് നഗ്നയായ ഒരു പെൺകുട്ടി കമ്പിയിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കണ്ണിൽ ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കൂടുകൾക്കകത്തുള്ള സകല പെൺകുട്ടികളുടെയും കണ്ണുകളിൽ തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ തുണിയല്ലാതെ അവളുടെ ശരീരത്തിൽ വേറെ തുണിയില്ല എന്നർത്ഥം. സൂ കോണർ ചൂണ്ടിക്കാണിച്ച ആ കൂട്ടിലേക്ക് നോക്കിയ ഡസ്റ്റിൻ
കിടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം. സാക്ഷാൽ ജനറൽ സ്നോ വൈറ്റിന്റെ മകളാണ് അവിടെ ആ കൂട്ടിൽ ആ ശൈലിയിൽ കിടക്കുന്നത്. ഡസിനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജനറൽ സ്നോ വൈറ്റ്. അദ്ദേഹത്തിന്റെ മകളാണ് അവിടെ ആ ശൈലി കിടക്കുന്നത്. ഡസൻ ആ കൂട്ടിലേക്ക് നോക്കുന്ന കണ്ടതും വാങ് വെസ്ലി പെട്ടെന്ന് ആ കൂടങ്ങ് തുറന്നു. ആ കൂട് വാങ് വെസ്ലി തുറന്നതും അകത്ത് ആ പെൺകുട്ടി ഒന്ന് നടുങ്ങിയെന്ന് പറയാം. അവൾ ഉറക്കെ പറയുകയാണ്, ഞാൻ സമ്മതിച്ചു, ദയവായി എന്നെ ഒന്ന് ചെയ്യരുത്. എന്തോ കാര്യം പറഞ്ഞ് അവളെ ഭയപ്പെടുത്തിയാണ് അവളെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നതെന്ന് അവളുടെ ആ വാചകം തന്നെ പറയുകയാണ്. ഡസൻ റൈസ് കൂടിനകത്തേക്ക് കയറിയിട്ട് ഡസൻ അണിഞ്ഞിരുന്ന കോട്ടൂരി അവളെങ്ങ് ധരിപ്പിച്ചു. കോട്ട് അവളുടെ പുറത്തേക്ക് ഇട്ടിട്ട് ഡസൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീനു, ഞാൻ നീനുവിന്റെ ബ്രദറിന്റെ സുഹൃത്താണ്, ഒന്നുകൊണ്ടും ഭയക്കണ്ട. തികച്ചും ശാന്തമായ ശൈലിയിലുള്ള ഒരു ശബ്ദം അവൾ ആദ്യമായി കേൾക്കുകയാണെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ഡസൻ റൈസ് അവളുടെ കണ്ണിലെ കെട്ടഴിച്ചു. കണ്ണിലെ കെട്ടഴിക്കപ്പെട്ടതും നീനു ഡസൻ റൈസിനെ കണ്ടു. ശരിക്കും ഭയം അവളുടെ കണ്ണുകൾ നിഴലിക്കുന്നുണ്ട്. അവളോടായി ഡസൻ പറഞ്ഞു, ഏയ് നീനു, പേടിക്കണ്ട, ഞാൻ നിന്റെ ബ്രദറിന്റെ സുഹൃത്താണ്, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. സാർ, സത്യമായിട്ടും എന്നെ രക്ഷിക്കാൻ പോവുകയാണോ? അതെ, നിന്നെ ഞാൻ രക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റൈസ് അവളെയും കൊണ്ട് കൂട്ടിന്ന് പുറത്തിറങ്ങി. കൂട്ടിന്ന് നീനുവുമായി ഡസൻ റൈസ് പുറത്തിറങ്ങുമ്പോൾ നീനു പെട്ടെന്ന് മറ്റു കൂടുകളിലേക്ക് നോക്കി ഡസനോട് ചോദിച്ചു, സാർ, ഇവരൊക്കെ? അത് കേട്ടത് ഡസൻ വാങ്ങിനോട് പറഞ്ഞു, ഏയ് വാങ്, അവരെല്ലാം പുറത്തിറക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ റൈസ് നീനുവിനെ അവിടെ നിർത്തിയിട്ട് പടിക്കെട്ട് കയറി മുകളിലേക്ക് പോയി. താഴെ നീനു അങ്ങനെ നിൽക്കുമ്പോൾ സൂക്കുണറും വാങ്ങും കൂടി അകത്തുള്ള എല്ലാ കൂടുകളും തുറക്കുകയാണ്. ഡസൻ റൈസ് മുകളിലെത്തുമ്പോൾ ഹാളിൽ മാർഗറ്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഡസന് പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നത്. ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തറയിൽ അങ്ങനെ വീണ് കിടപ്പുണ്ട്. ഏയ് മാർഗറ്റ്, എന്തു പറ്റി? ഡസൻ പോയപ്പോ അവന്മാർ എനിക്കെതിരെ ഒന്ന് തിരിഞ്ഞു. അപ്പൊ എനിക്കൊരു എക്സസൈസ് ആയി. മാർഗറ്റ് കൂളായിട്ട് അങ്ങനെ പറയുമ്പോ ഡസൻ കൗതുകത്തോടെ ആ ഭാഗം നോക്കുകയാണ്. ഏകദേശം ഒരു 10-30 ആളുകൾ ആ ഹാളിനകത്തുണ്ടായിരുന്നു. ആ 30 ആളുകളും ഇപ്പോ തറയിൽ കൈയും കാലും ഒടിഞ്ഞ് കിടപ്പുണ്ട്. തറയിൽ കിടക്കുന്ന ആളുകളുടെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പ് ഡസന് വായിച്ചെടുക്കാം. ഡസൻ അവരെ ഒന്ന് നോക്കിയതും മാർഗറ്റ് ഡസനോട് ചോദിച്ചു, ഡസൻ, നീനു താഴെയുണ്ട്, മാർഗറ്റ് പോയി നോക്ക്. കേൾക്കേണ്ട താമസം മാർഗറ്റ് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് തിരിച്ചു. ഈ നിമിഷത്തിൽ ഡസൻ സ്റ്റോണിയിൽ ഡസനെ കാത്തു വന്ന ആ വെസ്റ്റ് ലുക്കസിലെ സ്പൈയുടെ നമ്പറിലേക്ക് വിളിച്ചു. അയാൾ ഡസന് മുന്നേ സ്റ്റോണിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അയാളും അയാളുടെ അനുയായികളും ഡസന് സപ്പോർട്ട് കൊടുക്കാനായി വെസ്റ്റ് ലുക്കസിൽ തന്നെ ഉണ്ട്. ഡസൻ അയാളെയാണ് ഫോണിൽ വിളിച്ചത്. ഡസൻ അയാളുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മാർഗറ്റ് മുകളിലേക്ക് കയറി വന്നു. മാർഗറ്റ് ശരിക്കും ദേഷ്യത്തിലാണ്. അകത്ത് കണ്ട കാഴ്ചയാണ് മാർഗറ്റിനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത്. അകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിയുടെ പുറത്തും വസ്ത്രമില്ല എന്നതാണ് അവസ്ഥ. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മാർഗറ്റ് മുകളിൽ വന്നത്. അവളുടെ രാജ്യത്തിലെ യുവതികളുടെ അവസ്ഥ അവളിതാ നേരിൽ കാണുകയാണ്. ദേഷ്യത്തോടു കൂടി താഴ്ന്ന മുകളിൽ കയറി വന്ന മാർഗറ്റ് ഡസനോട് പറഞ്ഞു, ഡസൻ, ഇത് നമുക്ക് അനുവദിക്കാനാവില്ല. അതേ മാർഗറ്റ്, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു ഫീല് ഇത് നടത്തുന്ന ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വെസ്റ്റ് ലുക്കോസിയുടെ തലസ്ഥാന നഗരിയിൽ രാജാവിന്റെ കൺമുന്നിൽ ഈ ശൈലിയിൽ ഒരു അടിമ വ്യാപാരം നടക്കുകയാണെങ്കിൽ നിയമം പൂർണ്ണമായി തകർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സാക്ഷാൽ റൂഫസ് റൈസ് ഇപ്പോ ഇത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ റൂഫസ് റൈസിനെ ഇത്തരം കാര്യങ്ങൾ ആരും അറിയിക്കുന്നുണ്ടാവില്ല. ഏകദേശം മാർഗറ്റിനും ഡസനും കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പൈയും ടീമും അവിടെ എത്തി. ഡസൻ പറഞ്ഞ അനുസരിച്ച് കുറെ ബാഗുകളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ വസ്ത്രവും കൊണ്ടുവരാനായി ഡസൻ അയാളോട് പറഞ്ഞിരുന്നു. അയാൾ ഒരു തുണിക്കടയിൽ നിന്ന് കിട്ടാവുന്ന അത്രയും വസ്ത്രങ്ങളുമായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. അയാൾക്കൊപ്പം കുറച്ച് ലേഡീസ് സ്റ്റാഫുകളുമുണ്ട്. ലേഡീസ് സ്റ്റാഫുകളെ നിർബന്ധമായും കൊണ്ടുവരണമെന്ന് ഡസൻ റൈസ് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അയാൾ അവരെ കൂടെ കൊണ്ടുവന്നത്. ഡസൻ അയാളോട് പറഞ്ഞു, അവരെ വസ്ത്രം കൊടുത്ത് താഴേക്ക് വിടുക. ബാക്കി വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ? സർ, എല്ലാ വാഹനവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ലേഡീസ് സ്റ്റാഫ് മെമ്പേഴ്സ് ആ തുണി ബാഗുകളുമായി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി. ഈ സമയത്ത് സൂക്കോണറും വാങ് വെസ്ലിയും മുകളിലേക്ക് കയറി വന്നു. മുകളിലേക്ക് വന്ന വാങ് വെസ്ലിയും സൂക്കോണറും ഡസനോട് പറഞ്ഞു, സർ, എല്ലാവരും സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. ഡസൻ റൈസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഡസൻ സൂക്കോണറെയും വാങ് വെസ്ലിയും
ഒന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രം ചെയ്തു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്പൈ മുകളിലേക്ക് വന്നു. ആ ഹാളിലെ രഹസ്യ വാതിൽ വഴി അകത്തുണ്ടായിരുന്ന ആളുകളേക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. ആ സ്ത്രീകളെയൊക്കെ പുറത്തിറക്കി വാഹനത്തിൽ കയറ്റിയതിനു ശേഷമാണ് അയാൾ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് വന്നത്. അയാൾ ആ കാര്യം ഡെസ്റ്റിനോട് സൂചിപ്പിച്ചു. ഡെസ്റ്റിൻ പറഞ്ഞനുസരിച്ച് നീനു ഒഴികെയുള്ള മുഴുവൻ സ്ത്രീകളെയും വാഹനത്തിൽ കയറ്റിയിട്ടാണ് അയാൾ മുകളിലേക്ക് വന്നത്. അയാൾക്കൊപ്പം നീനു ഉണ്ട്. നീനു ഇപ്പോ പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുകയാണ്. നീനുവുമായിട്ട് ഡെസ്റ്റിൻ റൈസും മാർഗറ്റും പുറത്തിറങ്ങുമ്പോൾ മാർഗറ്റ് ഡെസ്റ്റിനോട് ചോദിച്ചു, ഡെസ്റ്റിൻ ഇവരെന്താ ചെയ്യേണ്ടത്? മാർഗറ്റിന്റെ ചോദ്യം കേട്ടതും ഡെസ്റ്റിൻ ആ സ്പൈയെ വിളിച്ച് സ്പൈയോട് ചെവിയിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അതിനുശേഷം ഡെസ്റ്റിൻ റൈസും മാർഗറ്റും നീനു സ്നോ വൈറ്റും കൂടി അവരുടെ വാഹനത്തിൽ നേരത്തെ അവർ മാർട്ടിനെ കൊണ്ടാക്കിയ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. മാർട്ടിൻ ആകാംക്ഷയോടുകൂടി അയാളുടെ മുറിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അയാളുടെ ഒരു കാല് ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് അധികം നേരം നിൽക്കാനും പറ്റില്ല. പക്ഷെ ഇരിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ അനിയത്തി ഓർമ്മ വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അയാൾ എണീക്കുകയും ഇരിക്കുകയും ചെയ്ത് ഒരുപാട് സമയം കടന്നു പോവുകയാണ്. അപ്പോഴാണ് വാതിൽ ഒരു മുട്ട് കേട്ടതും മാർട്ടിൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന മാർട്ടിൻ കാണുന്നത് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന നീനു സ്നോ വൈറ്റിനെയാണ്. ശരിക്കും അവർ രണ്ടുപേരും മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തികളാണ്. ഡെസ്റ്റിൻ റൈസും മാർഗറ്റും കൂടി അയാൾക്ക് ഒരു ഓഫർ കൊടുത്തിരുന്നു, അയാളുടെ അനുജത്തിയെ രക്ഷിക്കാമെന്ന്. ആ ഓഫർ കിട്ടിയ നിമിഷത്തിൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അയാളുടെ അനുജത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് സൂ കോണറാണ്. കോണർ കുടുംബം വെസ്റ്റ് ലുക്കൂസിലെ ഏറ്റവും പ്രബലമായ കുടുംബമാണ്. എന്തായാലും ആ സഹോദരിയും സഹോദരനും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച ഊഷ്മളമായ അനവധി രംഗങ്ങൾക്ക് വഴിവെക്കുകയാണ്. ആ നിമിഷത്തിലാണ് മാർഗറ്റും ഡെസ്റ്റിൻ റൈസും ആ മുറിയിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും നീനുവിനെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് മാറി നിൽക്കുകയായിരുന്നു. സഹോദരനും സഹോദരിയും കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടെന്ന് കരുതി അവരെ വെറുതെ വിട്ടതാണ്. ഡെസ്റ്റിനെ കണ്ടതും രണ്ടുപേരും ഒരുമിച്ച് ഡെസ്റ്റിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഡെസ്റ്റിനെ കെട്ടിപ്പിടിക്കുമ്പോൾ മാർട്ടിൻ ശരിക്കും വിതുമ്പുന്നുണ്ട്. അയാളുടെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് നീനുവിനും. അവൾ അവസാനിച്ചു എന്ന് അവൾ പൂർണ്ണമായും ഉറപ്പാക്കിയ സ്ഥലത്തു നിന്നാണ് അവളെ ജീവിതത്തിലേക്ക് ഡെസ്റ്റിൻ റൈസ് മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും ഡെസ്റ്റിനോട് പറഞ്ഞു, സർ, ഞങ്ങളുടെ ജീവൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ പൂർണ്ണമായും അങ്ങയുടെ ആളായിരിക്കും. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കോണർ കുടുംബത്തിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു വാഹനം വന്നു. ഒരു കറുത്ത വാഹനമാണ്, ഒരു കൊമേഴ്സ്യൽ വാഹനം. ആ വാഹനം വന്ന് നിൽക്കുമ്പോൾ കോണർ കുടുംബത്തിന്റെ ഗേറ്റിന് കാവൽ നിൽക്കുന്ന ഗാർഡുകൾ ആ വാഹനത്തിലേക്ക് ഒന്ന് നോക്കിയ നിമിഷത്തിൽ ആ വാഹനത്തിൽ നിന്ന് എന്തോ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഒരു വലിയ ഭാണ്ഡക്കെട്ട് പോലെ എന്തോ ഒന്ന് താഴെ വന്ന് വീഴുന്നത് ഗാർഡുകൾ കണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഗാർഡുകൾ ഓടി വരുമ്പോഴേക്കും ആ വാഹനം അങ്ങ് ഓടിച്ചു പോവുകയും ചെയ്തു. അവരുടെ ഗേറ്റിന് മുന്നിൽ വീണ ആ ഭാണ്ഡക്കെട്ടിനടുത്തേക്ക് ഓടി വരുന്ന അവർക്ക് ആ ഭാണ്ഡക്കെട്ട് ഒന്ന് തിരിഞ്ഞപ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റി. ഒരു മുഖം അവർക്ക് വ്യക്തമായി കാണാം. ശരിക്കും കുപ്പിച്ചില്ലുകൾ കുത്തിക്കേറിയ ഒരു മുഖമാണ് അവർ കണ്ടത്. പക്ഷെ ആ മുഖം കണ്ട് അവർ ഒന്നിച്ച് അലറിപ്പോവുകയാണ്. യങ് മാസ്റ്റർ! അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് ആ യങ് മാസ്റ്ററെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ റൂമിന് പുറത്ത് കോണർ കുടുംബത്തിലെ പ്രമുഖരൊക്കെ ഉണ്ട്. അവർ വല്ലാത്ത അസ്വസ്ഥരാണ്. അവർ പരസ്പരം ചോദിക്കുന്നത് ആ ചോദ്യമാണ്, ആർക്കാണ് ഈ ധൈര്യം? കോണർ കുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശി എന്ന് എല്ലാവരും ഉറക്കെ പറയുന്ന സൂ കോണറെ ആ ശൈലിയിൽ മർദ്ദിക്കാനും കോണർ കുടുംബത്തിന്റെ ഗേറ്റ് മുന്നിൽ വലിച്ചെറിയാനും ഈ വെസ്റ്റ് ലുക്കൂസിൽ ആർക്കാണ് ധൈര്യം? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വെസ്റ്റ് ലുക്കൂസിൽ നിന്ന് ലൈഫിന് വേണ്ടി ഡെസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.